പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ജെയിൻ ഐറിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ 27-ാം അധ്യായത്തിലൂടെ കടന്നുപോകുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നൽകുക. അധ്യായം 27. ഉച്ചകഴിഞ്ഞ് എപ്പോഴോ ഞാൻ തലയുയർത്തി നോക്കി. പടിഞ്ഞാറൻ സൂര്യന്റെ വെളിച്ചം ചുവരിൽ വീഴുന്നത് കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ ഉടൻ തന്നെ തോൺഫീൽഡ് വിട്ടുപോവുക എന്നായിരുന്നു എന്റെ മനസ്സ് നൽകിയ മറുപടി. അത് കേട്ടപ്പോൾ ഭയം തോന്നി. ഞാൻ ചെവികൾ പൊത്തി. എനിക്ക് ഇപ്പോൾ അത്തരം വാക്കുകൾ കേൾക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. എഡ്വേർഡ് റോച്ചസ്റ്ററുടെ വധുവാകാൻ കഴിയില്ല എന്നത് എന്റെ സങ്കടത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കണ്ട മനോഹരമായ സ്വപ്നങ്ങളെല്ലാം വെറുതെയായത് എനിക്ക് സഹിക്കാം. പക്ഷേ അദ്ദേഹത്തെ എന്നേക്കുമായി ഈ നിമിഷം തന്നെ വിട്ടുപിരിയുക എന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കതിന് കഴിയില്ല. എന്നാൽ എനിക്കതിന് കഴിയുമെന്ന് എന്റെ ഉള്ളിലെ ഒരു ശബ്ദം ഉറപ്പിച്ചു പറഞ്ഞു. ഞാൻ എന്റെ സ്വന്തം തീരുമാനങ്ങളോട് മല്ലിട്ടു. എനിക്ക് തളർന്നു പോകാനാണ് തോന്നിയത്. എന്നാൽ എന്റെ മനസ്സാക്ഷി ഒരു കഠിനഹൃദയനായ ഭരണാധികാരിയെപ്പോലെ എന്റെ വികാരങ്ങളെ അടിച്ചമർത്തി. ഇനിയും വലിയ വേദനകൾ അനുഭവിക്കേണ്ടിവരുമെന്ന് അത് എന്നെ ഓർമ്മിപ്പിച്ചു. എന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ആരെങ്കിലും എന്നെ സഹായിക്കൂ. ഞാൻ കരഞ്ഞു പറഞ്ഞു, ഇല്ല, നീ തന്നെ നിന്നെ ഇവിടെ നിന്ന് മാറ്റണം. ആരും നിന്നെ സഹായിക്കില്ല. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും നീ തന്നെ അത് ചെയ്യണം. നിന്റെ ഹൃദയം ബലികൊടുക്കേണ്ടി വന്നാലും നീ തന്നെ അത് ചെയ്യണം. ആ ശബ്ദം കേട്ട് ഞാൻ ഭയന്നുപോയി. ഞാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എനിക്ക് തലകറങ്ങി. രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല. ഇത്രയും നേരം മുറിക്കുള്ളിൽ അടച്ചിരുന്നിട്ടും ആരും എന്നെ അന്വേഷിച്ചു വന്നില്ലല്ലോ എന്ന് ഞാൻ വേദനയോടെ ഓർത്തു. അഡേലോ മിസ്സിസ് ഫെയർഫാക്സോ പോലും എന്നെ കാണാൻ വന്നില്ല. ഭാഗ്യമില്ലാതാകുമ്പോൾ സുഹൃത്തുക്കളും നമ്മളെ മറക്കും. ഞാൻ പിറുപിറുത്തു. ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. തലകറക്കം കാരണം ഞാൻ ഒരു തടസ്സത്തിൽ തട്ടി വീഴാൻ പോയി. എന്നാൽ ആരോ എന്നെ താങ്ങിപ്പിടിച്ചു. അത് മിസ്റ്റർ റോച്ചസ്റ്റർ ആയിരുന്നു. അദ്ദേഹം എന്റെ മുറിയുടെ വാതിലിന് മുന്നിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. നീ ഒടുവിൽ പുറത്തുവന്നു, അദ്ദേഹം പറഞ്ഞു. ഞാൻ നിനക്കായി ഒരുപാട് നേരമായി കാത്തിരിക്കുകയായിരുന്നു. നിന്റെ മുറിയിൽ നിന്ന് ഒരു ശബ്ദവും കേട്ടില്ല. അല്പം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിൽ തകർത്ത് അകത്ത് വരുമായിരുന്നു. നീ എന്നെ ഒഴിവാക്കുകയാണോ? നീ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുകയാണോ? നീ എന്നോട് ദേഷ്യപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. നീ കരയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ നിന്റെ കണ്ണുകളിൽ കണ്ണീരില്ല. നിന്റെ ഹൃദയം രക്തം വാർന്ന് കരയുകയാണോ? ജെയിൻ, നീ എന്നോട് ഒന്നും പറയുന്നില്ലേ? കയ്പുള്ള ഒരു വാക്കുപോലും പറയുന്നില്ലേ? നീ ഞാൻ ഇരുത്തിയ ഇടത്ത് മിണ്ടാതെ ഇരിക്കുകയാണല്ലോ. ജെയിൻ, നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. തന്റെ ഏക ആടിനെ അബദ്ധത്തിൽ കൊന്നുപോയ ഒരാൾക്ക് തോന്നുന്നതിനേക്കാൾ വലിയ സങ്കടം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നീ എന്നോട് എന്നെങ്കിലും ക്ഷമിക്കുമോ? വായനക്കാരെ, ആ നിമിഷം തന്നെ ഞാൻ അദ്ദേഹത്തോട് ക്ഷമിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ സങ്കടവും എന്നോടുള്ള സ്നേഹവും കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയില്ല. പക്ഷേ ഞാൻ അത് വാക്കുകളിലൂടെ പുറത്തു പറഞ്ഞില്ല. എന്റെ ഹൃദയം കൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു. ഞാൻ ഒരു ചീത്ത മനുഷ്യനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ജെയിൻ? അദ്ദേഹം ചോദിച്ചു. അതെ സർ. എങ്കിൽ അത് എന്നോട് തുറന്നു പറയൂ. എന്നെ വെറുതെ വിടരുത്. എനിക്ക് കഴിയില്ല. എനിക്ക് നല്ല താഴ്ചയും അസുഖവും തോന്നുന്നു.
കുറച്ച് വെള്ളം വേണം. അദ്ദേഹം എന്നെ എടുത്ത് താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോയി. അവിടെ തീ കായുന്ന സ്ഥലത്ത് എന്നെ ഇരുത്തി. അദ്ദേഹം എനിക്ക് കുടിക്കാൻ വീഞ്ഞും കഴിക്കാൻ ഭക്ഷണവും തന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസം തോന്നി. ഞങ്ങൾ ലൈബ്രറിയിൽ ആയിരുന്നു. അദ്ദേഹത്തെ വിട്ടുപോകാൻ എനിക്ക് ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് പോകേണ്ടിവരും എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ എങ്ങനെയുണ്ട് ജേൻ? ഇപ്പോൾ ഭേദമുണ്ട് സർ. ഞാൻ ഉടനെ ശരിയാകും. കുറച്ചുകൂടി വീഞ്ഞ് കുടിക്കൂ. ഞാൻ അത് അനുസരിച്ചു. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നെ ശ്രദ്ധിച്ചു നോക്കി. പെട്ടെന്ന് അദ്ദേഹം മുഖം തിരിച്ചു. അദ്ദേഹം മുറിയിലൂടെ വേഗത്തിൽ നടന്നു. പിന്നീട് എന്റെ അടുത്ത് വന്ന് എന്നെ ചുംബിക്കാൻ ആഞ്ഞു. എന്നാൽ അത് ഇപ്പോൾ പാടില്ലാത്തതാണെന്ന് ഞാൻ ഓർത്തു. ഞാൻ മുഖം തിരിച്ചു. ഇതെന്താണ്? അദ്ദേഹം ചോദിച്ചു. ഓ, എനിക്ക് മനസ്സിലായി. ബെത്ത മേസന്റെ ഭർത്താവിനെ ചുംബിക്കാൻ നിനക്ക് താൽപ്പര്യമില്ല അല്ലേ? എന്തായാലും എനിക്ക് ഇനി അവിടെ സ്ഥാനമില്ല സർ. എന്തുകൊണ്ട് ജെയിൻ? എനിക്കറിയാം നീ എന്ത് പറയുമെന്ന്. എനിക്ക് ഇപ്പോൾ തന്നെ ഒരു ഭാര്യയുണ്ട് എന്നല്ലേ നീ കരുതുന്നത്? അതെ. നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് നിനക്ക് വളരെ മോശമായ ഒരഭിപ്രായമായിരിക്കും ഉള്ളത്. നിന്നെ ചതിക്കാൻ നോക്കുന്ന സ്വഭാവഗുണമില്ലാത്ത ഒരാളായി നീ എന്നെ കാണുന്നുണ്ടാകും. നിന്നെ ഒരു കെണിയിൽ വീഴ്ത്താനും നിന്റെ മര്യാദയും ആത്മാഭിമാനവും തകർക്കാനും വേണ്ടി മാത്രം സ്നേഹം അഭിനയിച്ച ഒരാളാണ് ഞാൻ എന്ന് നീ കരുതുന്നു. ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? നിനക്ക് ഒന്നും പറയാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഒന്നാമതായി നീ ഇപ്പോഴും തളർന്നിരിക്കുകയാണ്. ശ്വാസം വിടാൻ പോലും നിനക്ക് പ്രയാസമാണ്. രണ്ടാമതായി എന്നെ കുറ്റപ്പെടുത്താനോ ചീത്ത പറയാനോ നിനക്ക് ഇതുവരെ ശീലമില്ല. കൂടാതെ നിന്റെ കണ്ണുനീർ അണപൊട്ടി ഒഴുകാൻ തയ്യാറായി നിൽക്കുകയാണ്. കൂടുതൽ സംസാരിച്ചാൽ നീ കരഞ്ഞുപോകും. വഴക്കിടാനോ ബഹളം വെക്കാനോ നിനക്ക് താൽപ്പര്യമില്ല. ഇനി എന്ത് ചെയ്യണം എന്നാണ് നീ ചിന്തിക്കുന്നത്? സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് നിനക്കറിയാം. എനിക്ക് നിന്നെ നന്നായി അറിയാം. അതുകൊണ്ട് ഞാൻ ജാഗ്രതയിലാണ്. സായെ, എനിക്ക് താങ്കൾക്കെതിരെ ഒന്നും ചെയ്യണമെന്നില്ല, ഞാൻ പറഞ്ഞു. എന്റെ ഇടറുന്ന ശബ്ദം കാരണം എനിക്ക് ആ വാചകം അവിടെ അവസാനിപ്പിക്കേണ്ടി വന്നു. നീ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല, പക്ഷേ എന്നെ നശിപ്പിക്കാനാണ് നീ പദ്ധതിയിടുന്നത്. ഞാൻ വിവാഹിതനാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു. ഒരു വിവാഹിതനായ പുരുഷൻ എന്ന നിലയിൽ നീ എന്നെ ഒഴിവാക്കും, എന്നിൽ നിന്ന് അകന്നു നിൽക്കും. ഇപ്പോൾ പോലും നീ എന്നെ ചുംബിക്കാൻ വിസമ്മതിച്ചു. എന്നെ ഒരു അപരിചിതനെപ്പോലെ കാണാനാണ് നിന്റെ തീരുമാനം. അഡലിന്റെ അധ്യാപികയായി മാത്രം ഈ വീട്ടിൽ കഴിയാനാണ് നീ ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ചാൽ, അല്ലെങ്കിൽ നിന്നിൽ എന്നോട് വീണ്ടും സ്നേഹം തോന്നിയാൽ, നീ സ്വയം പറയും, ഈ മനുഷ്യൻ എന്നെ തന്റെ വെപ്പാട്ടിയാക്കാൻ നോക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തോട് മഞ്ഞുപോലെ തണുത്തവളും കല്ലുപോലെ ഉറച്ചവളും ആയിരിക്കണം എന്ന്. നീ അങ്ങനെ തന്നെ മാറുകയും ചെയ്യും. ഞാൻ തൊണ്ട ശരിയാക്കി ഉറച്ച ശബ്ദത്തിൽ മറുപടി പറഞ്ഞു. സാറേ, എനിക്ക് ചുറ്റുമുള്ളതെല്ലാം മാറിപ്പോയി. അതുകൊണ്ട് ഞാനും മാറണം, അതിൽ സംശയമില്ല. എന്റെ വികാരങ്ങൾ മാറിമറിയാതിരിക്കാനും പഴയ ഓർമ്മകളുമായി മല്ലിടാതിരിക്കാനും ഒരേയൊരു വഴിയേയുള്ളൂ. അഡലിന് പുതിയൊരു അധ്യാപികയെ കണ്ടെത്തണം സാറേ. അഡേൽ സ്കൂളിൽ പോകും, അക്കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തോൺഫീൽഡ് ഹാളിന്റെ ഭയാനകമായ ഓർമ്മകൾ നൽകി നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല. ഈ സ്ഥലം ശപിക്കപ്പെട്ടതാണ്.
ആകാശത്തിന് താഴെ ജീവനോടെ മരിക്കുന്നതിന് തുല്യമാണ് ഇവിടെ കഴിയുന്നത്. ഇതൊരു കല്ലറ പോലെയാണ്. ഇവിടെ ഒരു പിശാചുണ്ട്, നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും ഭീകരമായ ഒന്ന്. ജേൻ, നീ ഇവിടെ നിൽക്കരുത്. ഞാനും നിൽക്കില്ല. ഇവിടെ പ്രേതബാധയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്റെ തെറ്റാണ്. നിന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥലത്തിന്റെ ശാപത്തെക്കുറിച്ച് നിന്നിൽ നിന്ന് മറച്ചുവെക്കാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. ഇവിടെ താമസിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞാൽ അഡേലിനെ പഠിപ്പിക്കാൻ ഒരു അധ്യാപികയും വരില്ലെന്ന് ഞാൻ ഭയപ്പെട്ടു. ആ ഭ്രാന്തിയെ മാറ്റാൻ എനിക്ക് വേറെ വഴികളില്ലായിരുന്നു. എനിക്ക് ഫേണ്ടീൻ മാനർ എന്ന മറ്റൊരു വീടുണ്ട്. അത് ഇതിനേക്കാൾ ഒറ്റപ്പെട്ട സ്ഥലത്താണ്. പക്ഷേ അത് കാടിന് നടുവിലായതുകൊണ്ട് അവിടെ താമസിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് എനിക്ക് തോന്നി. അവിടത്തെ നനവുള്ള ചുവരുകൾ അവളെ വേഗത്തിൽ മരണത്തിലേക്ക് നയിക്കുമായിരുന്നു. ഞാൻ അവളെ വെറുക്കുന്നുണ്ടെങ്കിലും ഒരാളെ പരോക്ഷമായി കൊല്ലാൻ എനിക്ക് കഴിയില്ല. ആ ഭ്രാന്തി നിന്റെ അടുത്തുണ്ട് എന്ന കാര്യം നിന്നിൽ നിന്ന് മറച്ചുവച്ചത് ഒരു കുട്ടിയെ പുതപ്പിച്ച് വിഷവൃക്ഷത്തിന് താഴെ കിടത്തുന്നതിന് തുല്യമായിരുന്നു. ആ പിശാചിന്റെ സാമീപ്യം വിഷമയമാണ്. പക്ഷേ ഞാൻ തോൺഫീൽഡ് ഹാൾ അടച്ചുപൂട്ടും. മുൻവാതിൽ ഞാൻ ആണിയടിച്ചു ഉറപ്പിക്കും. ജനലുകൾ പലക വെച്ച് മറയ്ക്കും. മിസ്സിസ് പൂളിന് ഞാൻ വർഷം 200 പൗണ്ട് നൽകും എന്റെ ഭാര്യയോടൊപ്പം ഇവിടെ താമസിക്കാൻ. പണത്തിനു വേണ്ടി ഗ്രേസ് എന്തും ചെയ്യും. അവളുടെ മകൻ കൂട്ടിനുണ്ടാകും. എന്റെ ഭാര്യ രാത്രിയിൽ ആളുകളെ കിടക്കയിലിട്ട് കത്തിക്കാനോ കുത്താനോ ശ്രമിക്കുമ്പോൾ അവളെ തടയാൻ അവൻ സഹായിക്കും. സർ, ഞാൻ അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾ ആ പാവം സ്ത്രീയോട് ഒട്ടും കരുണ കാണിക്കുന്നില്ല. നിങ്ങൾ അവരെ അത്രയധികം വെറുപ്പോടെയാണ് കാണുന്നത്. ഇത് ക്രൂരതയാണ്. ഭ്രാന്തു വരുന്നത് അവളുടെ കുറ്റമല്ലല്ലോ. ജെയിൻ, എന്റെ പ്രിയപ്പെട്ടവളെ, നിനക്ക് കാര്യങ്ങൾ അറിയില്ല. നീ എന്നെ തെറ്റായി മനസ്സിലാക്കുന്നു. അവൾക്ക് ഭ്രാന്തായതുകൊണ്ടല്ല ഞാൻ അവളെ വെറുക്കുന്നത്. നിനക്കാണ് ഭ്രാന്ത് പിടിച്ചതെങ്കിൽ ഞാൻ നിന്നെ വെറുക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? അതെ സർ, ഞാൻ അങ്ങനെ കരുതുന്നു. എങ്കിൽ നിനക്ക് തെറ്റി. എന്നെക്കുറിച്ചോ എന്റെ സ്നേഹത്തെക്കുറിച്ചോ നിനക്ക് ഒന്നും അറിയില്ല. നിന്റെ ശരീരത്തിലെ ഓരോ അണുവും എനിക്ക് എന്റെ ജീവൻ പോലെ പ്രിയപ്പെട്ടതാണ്. നിനക്ക് അസുഖം വന്നാലും വേദന വന്നാലും ആ സ്നേഹം കുറയില്ല. നിന്റെ മനസ്സ് എന്റെ നിധിയാണ്. നിനക്ക് ഭ്രാന്ത് പിടിച്ചാലും നീ എന്റെ നിധിയായി തന്നെ തുടരും. നീ അക്രമാസക്തയായാൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചു പിടിക്കും, അല്ലാതെ ചങ്ങലക്കിടില്ല. നീ എന്നെ ഉപദ്രവിക്കാൻ വന്നാലും ഞാൻ നിന്നെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കും. അവളെ കാണുമ്പോൾ തോന്നുന്ന വെറുപ്പ് എനിക്ക് നിന്നോട് തോന്നില്ല. നിന്നെ നോക്കാൻ വേറെ ആരും വേണ്ട, ഞാൻ മാത്രം മതിയാകും. നീ എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും നിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഇരിക്കാൻ എനിക്ക് മടുപ്പ് തോന്നില്ല. പക്ഷേ എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്? നിന്നെ തോൺഫീൽഡിൽ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകും. ഇന്ന് രാത്രി കൂടി ഇവിടെ കഴിയുക. പിന്നെ ഈ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ആരും ശല്യം ചെയ്യാത്ത സമാധാനമുള്ള ഒരിടത്തേക്ക് നമുക്ക് പോകാം. അഡേലിനെയും കൂടെ കൂട്ടിക്കോളൂ സർ, ഞാൻ പറഞ്ഞു. അവൾ നിങ്ങൾക്ക് ഒരു കൂട്ടാകും. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് ജെയിൻ? അഡേലിനെ ഞാൻ സ്കൂളിൽ അയക്കുമെന്ന് പറഞ്ഞല്ലോ. എനിക്ക് എന്തിനാണ് ഒരു കുട്ടിയുടെ കൂട്ട്? അവൾ എന്റെ സ്വന്തം കുട്ടിയുമല്ല. എന്തിനാണ് നീ അവളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? നിങ്ങൾ ഒറ്റപ്പെട്ട ജീവിതത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. ഒറ്റയ്ക്കുള്ള താമസം നിങ്ങൾക്ക് മടുപ്പുണ്ടാക്കും. ഒറ്റയ്ക്കോ? അദ്ദേഹം ദേഷ്യത്തോടെ പറഞ്ഞു.
എനിക്ക് കാര്യം വ്യക്തമാക്കി പറയേണ്ടിവരും എന്ന് തോന്നുന്നു. നിന്റെ മുഖത്തെ ഭാവം എനിക്ക് മനസ്സിലാകുന്നില്ല. നീ എന്റെ കൂടെയാണ് താമസിക്കേണ്ടത്. നിനക്ക് മനസ്സിലായോ? ഞാൻ തലയാട്ടിയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ദേഷ്യത്തിലായിരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വലിയ ധൈര്യം വേണമായിരുന്നു. അദ്ദേഹം മുറിയിലൂടെ വേഗത്തിൽ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരിടത്ത് നിശ്ചലനായി നിന്നു. അദ്ദേഹം എന്നെ ദീർഘനേരം നോക്കി. ഞാൻ എന്റെ കണ്ണുകൾ മാറ്റി തീപ്പൊരിയിലേക്ക് നോക്കി ശാന്തത നടിച്ചു. ജെയിനിന്റെ സ്വഭാവത്തിലെ കുരുക്ക് ഇതാ വന്നിരിക്കുന്നു, അദ്ദേഹം ശാന്തനായി പറഞ്ഞു. ഇതുവരെ എല്ലാം സുഗമമായി പോയി. പക്ഷേ എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതാ അത് വന്നിരിക്കുന്നു. ഇനി ദേഷ്യവും പ്രശ്നങ്ങളും തുടങ്ങുകയായി. ദൈവമേ, സാംസനെപ്പോലെ കരുത്ത് കാട്ടി ഈ തടസ്സങ്ങളെല്ലാം തകർക്കാൻ എനിക്ക് തോന്നുന്നു. അദ്ദേഹം വീണ്ടും നടക്കാൻ തുടങ്ങി. പിന്നെ എന്റെ മുന്നിൽ വന്നു നിന്നു. ജെയിൻ, നീ ഞാൻ പറയുന്നത് കേൾക്കുമോ? അദ്ദേഹം എന്റെ ചെവിക്കടുത്ത് വന്ന് ചോദിച്ചു. നീ കേട്ടില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടിവരും. അദ്ദേഹത്തിന്റെ ശബ്ദം പരുക്കനായിരുന്നു. നിയന്ത്രണം വിട്ടെന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളെപ്പോലെയായിരുന്നു അദ്ദേഹം. അടുത്ത നിമിഷം അദ്ദേഹത്തിന് ഭ്രാന്ത് പിടിക്കുമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹത്തെ തടയാൻ എനിക്ക് ഈ ഒരു നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പേടിച്ച് ഓടുകയോ അദ്ദേഹത്തെ തള്ളുകയോ ചെയ്തിരുന്നെങ്കിൽ അത് വലിയ അപകടമാകുമായിരുന്നു. പക്ഷേ എനിക്ക് പേടി തോന്നിയില്ല. എനിക്ക് ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം തോന്നി. ഒരു തോണിയിൽ പുഴയിലൂടെ പോകുന്ന ഒരാൾക്ക് തോന്നുന്ന ആവേശം എനിക്കുണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ മുറുക്കിപ്പിടിച്ച കൈകൾ മെല്ലെ വിടുവിച്ചു. ശാന്തമായി സംസാരിക്കാൻ തുടങ്ങി. ഇരിക്കൂ, നിനക്ക് എത്ര നേരം വേണമെങ്കിലും ഞാൻ സംസാരിക്കാം. നീ പറയുന്ന കാര്യങ്ങൾ ശരിയായാലും തെറ്റായാലും ഞാൻ കേൾക്കാം. അദ്ദേഹം ഇരുന്നു. പക്ഷേ ഉടനെ സംസാരിക്കാൻ ഞാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. കുറേ നേരമായി ഞാൻ കരച്ചിൽ അടക്കിപ്പിടിക്കുകയായിരുന്നു. ഞാൻ കരയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല എന്നറിയാവുന്നതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ ആ കണ്ണുനീർ എത്ര വേണമെങ്കിലും ഒഴുകട്ടെ എന്ന് ഞാൻ കരുതി. എന്റെ കരച്ചിൽ അദ്ദേഹത്തിന് ശല്യമായാൽ അത്രയും നല്ലത്. അതുകൊണ്ട് ഞാൻ മനസ്സ് തുറന്ന് കരഞ്ഞു. വൈകാതെ ശാന്തയാകാൻ അദ്ദേഹം എന്നോടപേക്ഷിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് ശാന്തയാകാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ദേഷ്യമില്ല, ജെയിൻ. എനിക്ക് നിന്നോട് അത്രയധികം സ്നേഹമുള്ളത് കൊണ്ടാണ്. നിന്റെ ആ ചെറിയ വിളറിയ മുഖത്ത് കണ്ട കടുപ്പമേറിയ ഭാവം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി മതി, കണ്ണുനീർ തുടയ്ക്കൂ. അദ്ദേഹത്തിന്റെ ശബ്ദം മാറിയപ്പോൾ ദേഷ്യം കുറഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും ശാന്തയായി. അദ്ദേഹം തന്റെ തല എന്റെ തോളിൽ ചായ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. എന്നെ അടുത്തേക്ക് വലിച്ചെടുപ്പിക്കാൻ അദ്ദേഹം നോക്കി. അപ്പോഴും ഞാൻ വഴങ്ങിയില്ല. ജെയിൻ, ജെയിൻ, വളരെ സങ്കടത്തോടെ അദ്ദേഹം വിളിച്ചു. ആ ശബ്ദം കേട്ട് എന്റെ ഉള്ളൊന്ന് വിറച്ചു. അപ്പോൾ നിനക്ക് എന്നോട് സ്നേഹമില്ലേ? എന്റെ പദവിയും എന്റെ ഭാര്യ എന്ന സ്ഥാനവും മാത്രമാണോ നീ ആഗ്രഹിച്ചത്? നിന്റെ ഭർത്താവാകാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് തോന്നിയപ്പോൾ ഏതെങ്കിലും വൃത്തികെട്ട ജീവിയെ കാണുന്നത് പോലെ നീ എന്നിൽ നിന്ന് അകന്നുമാറുന്നോ? ആ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലത്. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിപ്പിച്ചതിൽ എനിക്ക് വലിയ വിഷമം തോന്നി. ആ മുറിവിൽ മരുന്ന് പുരട്ടുന്നത് പോലെ എന്തെങ്കിലും ആശ്വാസം നൽകണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് നിങ്ങളെ സ്നേഹമാണ്, ഞാൻ പറഞ്ഞു. മുമ്പത്തേക്കാൾ അധികം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു.
പക്ഷേ എനിക്ക് അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ഇതാദ്യമായും അവസാനമായും ഞാൻ ഇത് പറയുകയാണ്. അവസാനത്തെ തവണയോ, ജെയിൻ? എന്താണിത്? എന്നോടൊപ്പം താമസിച്ച് എല്ലാ ദിവസവും എന്നെ കണ്ട് സ്നേഹമുണ്ടായിട്ടും അകന്നു നിൽക്കാൻ നിനക്ക് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, എനിക്ക് അതിന് കഴിയില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരേയൊരു വഴിയേ ഉള്ളൂ. പക്ഷേ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. ഓ, അത് പറയൂ. ഞാൻ ദേഷ്യപ്പെട്ടാൽ നിനക്ക് കരയാൻ അറിയാമല്ലോ. മിസ്റ്റർ റോച്ചസ്റ്റർ, എനിക്ക് നിങ്ങളെ വിട്ടുപോകണം. എത്ര നേരത്തേക്ക്, ജെയിൻ? നിന്റെ മുടി ഒതുക്കാനും മുഖം കഴുകാനും വേണ്ട കുറച്ച് മിനിറ്റുകൾക്കോ? നിന്റെ മുടി ആകെ അലങ്കോലമായിരിക്കുന്നു, മുഖമാണെങ്കിൽ പനി പിടിച്ചതുപോലെയും ഇരിക്കുന്നു. എനിക്ക് അഡീലിനെയും തോംഫീൽഡിനെയും വിട്ടുപോകണം. എനിക്ക് നിങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകലണം. അപരിചിതമായ മുഖങ്ങൾക്കും സ്ഥലങ്ങൾക്കും ഇടയിൽ എനിക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം. തീർച്ചയായും നീ പോകണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ വിട്ടുപോകുന്നതിനെക്കുറിച്ചുള്ള നിന്റെ ഭ്രാന്തൻ ചിന്തകൾ നമുക്ക് വിടാം. നീ എന്റെ ഭാഗമാകണം എന്നാണ് നീ ഉദ്ദേശിക്കുന്നത്. പുതിയ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ്. നീ എന്റെ ഭാര്യയാകും. എനിക്ക് വേറെ വിവാഹബന്ധമില്ല. നീ മിസ്സിസ് റോച്ചസ്റ്റർ ആയി മാറും. ജീവിതാവസാനം വരെ ഞാൻ നിനക്ക് മാത്രമുള്ളവനായിരിക്കും. ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്തുള്ള മെഡിറ്ററേനിയൻ കടൽത്തീരത്തെ എന്റെ വില്ലയിലേക്ക് നമുക്ക് പോകാം. അവിടെ നിനക്ക് സന്തോഷത്തോടെയും സുരക്ഷിതമായും ജീവിക്കാം. നിന്നെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനോ എന്റെ വെപ്പാട്ടിയാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നീ പേടിക്കണ്ട. നീ എന്തിനാണ് തലയാട്ടുന്നത്? ജെയിൻ, നീ കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഭ്രാന്ത് പിടിക്കും. അദ്ദേഹത്തിന്റെ ശബ്ദവും കൈകളും വിറച്ചു. മൂക്കിലെ ദ്വാരങ്ങൾ വികസിച്ചു, കണ്ണുകൾ ജ്വലിച്ചു. എങ്കിലും ഞാൻ സംസാരിക്കാൻ ധൈര്യം കാണിച്ചു. സർ, നിങ്ങളുടെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. ഇന്ന് രാവിലെ നിങ്ങൾ തന്നെ സമ്മതിച്ച കാര്യമാണത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചാൽ ഞാൻ നിങ്ങളുടെ വെപ്പാട്ടിയായി മാറും. അതിനെ മറ്റെന്തെങ്കിലും പേര് വിളിക്കുന്നത് കള്ളമാണ്. ജെയിൻ, ഞാൻ അത്ര ശാന്തസ്വഭാവമുള്ളവനല്ല. നീ അത് മറക്കരുത്. എനിക്ക് വലിയ ക്ഷമയൊന്നുമില്ല. എന്നോടും നിന്നോടും ഉള്ള ദയ കരുതി എന്റെ നാഡിമിടിപ്പ് ഒന്ന് പരിശോധിക്കൂ. അത് എത്ര വേഗത്തിലാണ് അടിക്കുന്നതെന്ന് നോക്കൂ. സൂക്ഷിക്കണം. അദ്ദേഹം തന്റെ കൈത്തണ്ട എനിക്ക് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ മുഖത്തെയും ചുണ്ടിലെയും രക്തം വറ്റിവിളറി വെളുത്തു. എനിക്ക് വലിയ വിഷമം തോന്നി. അദ്ദേഹം ഇത്രയധികം വെറുക്കുന്ന ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നത് ക്രൂരതയാണ്. പക്ഷേ വഴങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മനുഷ്യർ വലിയ ആപത്തിൽ പെടുമ്പോൾ ചെയ്യുന്നതുപോലെ ഞാൻ ദൈവത്തോട് സഹായം ചോദിച്ചു. ദൈവമേ, എന്നെ സഹായിക്കണേ എന്ന് എന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ഞാൻ ഒരു വിഡ്ഢിയാണ്, മിസ്റ്റർ റോച്ചസ്റ്റർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ അവളോട് പറയുന്നുണ്ടെങ്കിലും അതിന്റെ കാരണം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ സ്ത്രീയുടെ സ്വഭാവത്തെക്കുറിച്ചോ അവളുമായുള്ള എന്റെ ആ നരകതുല്യമായ വിവാഹത്തെക്കുറിച്ചോ അവൾക്ക് ഒന്നുമറിയില്ലെന്ന് ഞാൻ മറന്നുപോയി. കാര്യങ്ങൾ അറിഞ്ഞാൽ ജെയിൻ എന്നോട് യോജിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജാനറ്റ്, നിന്റെ കൈ എന്റെ കൈയിൽ വെക്കൂ. നീ എന്റെ അടുത്തുണ്ടെന്ന് എനിക്ക് തൊട്ടറിയണം. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാം. നീ പറയുന്നത് കേൾക്കുമോ? ഉവ്വ് സർ, മണിക്കൂറുകളോളം വേണമെങ്കിലും ഞാൻ കേൾക്കാം. എനിക്ക് കുറച്ച് മിനിറ്റുകൾ മതി. ജെയിൻ, ഞാൻ എന്റെ വീട്ടിലെ മൂത്ത മകനല്ലെന്നും എനിക്ക് ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു എന്നും നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? മിസ്സിസ് ഫെയർഫാക്സ് ഒരിക്കൽ അത് പറഞ്ഞതായി
ഞാൻ ഓർക്കുന്നു. എന്റെ അച്ഛൻ അത്യാഗ്രഹിയായ ഒരു മനുഷ്യനായിരുന്നു എന്ന് നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. ശരി ജെയിൻ, അച്ഛന് സ്വത്തുക്കൾ വിഭജിക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. സ്വത്തെല്ലാം എന്റെ ജ്യേഷ്ഠൻ റോളണ്ടിന് നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. അതേസമയം തന്റെ മകൻ ഒരു പാവപ്പെട്ടവനായി ജീവിക്കുന്നത് കാണാനും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഒരു ധനിക കുടുംബത്തിൽ നിന്ന് എനിക്ക് വിവാഹം ആലോചിച്ചു. വെസ്റ്റ് ഇന്ത്യയിലെ വ്യാപാരിയായ മിസ്റ്റർ മേസൺ അച്ഛന്റെ പഴയ കൂട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന് വലിയ സ്വത്തുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കി. മേസണ് ഒരു മകനും മകളും ഉണ്ടായിരുന്നു. മകൾക്ക് 30,000 പൗണ്ട് സ്ത്രീധനം നൽകുമെന്ന് അച്ഛൻ അറിഞ്ഞു. പഠനം കഴിഞ്ഞ് ഞാൻ ജമൈക്കയിലേക്ക് പോയി. അച്ഛൻ പണത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞില്ല, പകരം മിസ് മേസൺ വലിയ സുന്ദരിയാണെന്ന് പറഞ്ഞു. അത് കള്ളമായിരുന്നില്ല. ബ്ലാഞ്ച് ഇൻഗ്രാമിനെപ്പോലെ ഉയരമുള്ള സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു അവൾ. ഞാൻ ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് അവളുടെ വീട്ടുകാർക്കും അവൾക്കും ഈ വിവാഹത്തിൽ താൽപ്പര്യമുണ്ടായിരുന്നു. പാർട്ടികളിലും മറ്റും നല്ല വസ്ത്രങ്ങൾ ധരിച്ചാണ് അവളെ എനിക്ക് കാണിച്ചു തന്നത്. ഞങ്ങൾ തനിച്ച് സംസാരിക്കുന്നത് കുറവായിരുന്നു. അവൾ എന്നെ പുകഴ്ത്തി സംസാരിക്കുകയും അവളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. എല്ലാവരും അവളെ ആരാധിക്കുകയും എന്നെ അസൂയയോടെ നോക്കുകയും ചെയ്തു. ഞാൻ ആകെ അമ്പരന്നുപോയി. എന്റെ വിവേകം നഷ്ടപ്പെട്ടു. എനിക്ക് അവളോട് പ്രണയമാണെന്ന് ഞാൻ തെറ്റായി കരുതി. സമൂഹത്തിന്റെ സമ്മർദ്ദവും യൗവനത്തിന്റെ എടുത്തുചാട്ടവും കാരണം ഞാൻ ആ വലിയ തെറ്റ് ചെയ്തു. എനിക്ക് ഇപ്പോൾ എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബുദ്ധിശൂന്യനായ ഞാൻ അവളെ വിവാഹം കഴിച്ചു. എന്റെ വധുവിന്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നില്ല. അവർ മരിച്ചുപോയി എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോഴാണ് സത്യം അറിഞ്ഞത്. അവക്ക് ഭ്രാന്തായിരുന്നു. അവരെ ഒരു മാനസികാശുപത്രിയിൽ അടച്ചിരിക്കുകയായിരുന്നു. അവക്ക് ഒരനിയനുണ്ട്. അവൻ സംസാരിക്കാൻ കഴിയാത്ത ഒരു വിഡ്ഢിയാണ്. നീ കണ്ട അവളുടെ ജ്യേഷ്ഠനും എന്നെങ്കിലും ഇതേ അവസ്ഥയിലാകും. എന്റെ അച്ഛനും ജ്യേഷ്ഠൻ റോളണ്ടിനും ഇതെല്ലാം അറിയാമായിരുന്നു. പക്ഷേ അവർ ആ 30,000 പൗണ്ടിനെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അവർ എന്നെ ചതിക്കുകയായിരുന്നു. ഇതൊക്കെ വളരെ മോശമായ കണ്ടെത്തലുകളായിരുന്നു. പക്ഷേ അവൾ സത്യം മറച്ചുവച്ചു എന്നതൊഴിച്ചാൽ അവളുടെ സ്വഭാവം എന്റേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെന്ന് കണ്ടപ്പോഴും ഞാൻ അവളെ കുറ്റപ്പെടുത്തിയില്ല. അവളുടെ താൽപ്പര്യങ്ങൾ എനിക്ക് വെറുപ്പുണ്ടാക്കുന്നവയായിരുന്നു. അവളുടെ ചിന്തകൾ വളരെ താഴ്ന്നതും ഇടുങ്ങിയതുമായിരുന്നു. അവയെ മാറ്റിയെടുക്കാനോ മെച്ചപ്പെടുത്താനോ കഴിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവളോടൊപ്പം ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലുമോ സമാധാനമായി ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്ക് തമ്മിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എന്ത് കാര്യം തുടങ്ങിയാലും അവൾ അത് വളരെ മോശമായ രീതിയിലേക്ക് മാറ്റുമായിരുന്നു. വീട്ടിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ ദേഷ്യവും അനാവശ്യമായ വാശിയും കാരണം ഒരു ജോലിക്കാരും അവിടെ നിൽക്കില്ലായിരുന്നു. അവക്ക് നൽകുന്ന ഉത്തരവുകൾ എപ്പോഴും പരസ്പരവിരുദ്ധവും ബുദ്ധിശൂന്യവുമായിരുന്നു. എന്നിട്ടും ഞാൻ എന്നെത്തന്നെ നിയന്ത്രിച്ചു. ഞാൻ അവളെ ശകാരിച്ചില്ല, പരാതിപ്പെട്ടില്ല. എന്റെ സങ്കടവും വെറുപ്പും ഞാൻ ഉള്ളിലൊതുക്കി. ജെയിൻ, മോശമായ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം. മുകളിലത്തെ നിലയിലുള്ള ആ സ്ത്രീയോടൊപ്പം ഞാൻ 4 വർഷം ജീവിച്ചു. അതിനിടയിൽ അവൾ എന്നെ ഒരുപാട് പരീക്ഷിച്ചു. അവളുടെ മോശം സ്വഭാവങ്ങൾ വളരെ വേഗത്തിൽ പുറത്തുവന്നു.
ക്രൂരത കൊണ്ട് മാത്രമേ അവളെ തടയാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ക്രൂരനാകാൻ കഴിഞ്ഞില്ല. അവൾക്ക് ബുദ്ധി കുറവായിരുന്നു, എന്നാൽ ദുശ്ശീലങ്ങൾ കൂടുതലായിരുന്നു. ആ ശീലങ്ങൾ എനിക്ക് വലിയ ശാപമായി മാറി. ചീത്തപ്പേരുള്ള ഒരു അമ്മയുടെ മകളായ ബെത്ത മേസൺ എന്നെ വലിയ നരകത്തിലൂടെയാണ് കൊണ്ടുപോയത്. മദ്യപാനിയും സ്വഭാവദൂഷ്യമുള്ളവളുമായ ഒരു ഭാര്യയോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ എല്ലാ വേദനകളും ഞാൻ അനുഭവിച്ചു. ആ സമയത്തിനിടയിൽ എന്റെ സഹോദരൻ മരിച്ചു. 4 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛനും മരിച്ചു. ഞാൻ ഇപ്പോൾ വലിയ പണക്കാരനാണ്, എങ്കിലും ഞാൻ ദരിദ്രനെപ്പോലെയായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ സ്വഭാവമുള്ള ഒരാളുമായി നിയമപരമായി ഞാൻ ബന്ധിക്കപ്പെട്ടിരുന്നു. എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം എന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. അവളുടെ അമിതമായ ദുശ്ശീലങ്ങൾ അവളെ നേരത്തെ തന്നെ മാനസിക രോഗിയാക്കി മാറ്റിയിരുന്നു. ജീൻ, നിനക്ക് ഈ കഥ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്കറിയാം. നിന്റെ മുഖം കണ്ടാൽ നിനക്ക് സുഖമില്ലാത്തതുപോലെ തോന്നുന്നു. ബാക്കി നമുക്ക് മറ്റൊരു ദിവസം പറയാം. വേണ്ട സാർ, ഇത് ഇപ്പോൾ തന്നെ പറഞ്ഞു തീർക്കൂ. എനിക്ക് നിങ്ങളോട് സങ്കടം തോന്നുന്നു. സത്യമായും എനിക്ക് നിങ്ങളോട് വലിയ സഹതാപം തോന്നുന്നു. ജേൻ, ചില ആളുകളിൽ നിന്നുള്ള സഹതാപം വിഷം നിറഞ്ഞതും അപമാനിക്കുന്നതുമായ ഒന്നാണ്. അത് നൽകുന്നവരുടെ മുഖത്തേക്ക് തന്നെ തിരികെ എറിയുന്നതാണ് നല്ലത്. ക്രൂരവും സ്വാർത്ഥവുമായ ഹൃദയങ്ങളിൽ നിന്നാണ് അത്തരം സഹതാപം വരുന്നത്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരുതരം അഹങ്കാരം കലർന്ന വേദനയാണത്. എന്നാൽ ജെയിൻ, നിന്റെ സഹതാപം അങ്ങനെയല്ല. നിന്റെ മുഖത്തും കണ്ണുകളിലും ഇപ്പോൾ കാണുന്നത് അതല്ല. നിന്റെ ഹൃദയം തുടിക്കുന്നതും നിന്റെ കൈകൾ എന്റെ കൈക്കുള്ളിൽ ഇരുന്നു വിറയ്ക്കുന്നതും ഞാൻ അറിയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവളെ, നിന്റെ സഹതാപം സ്നേഹത്തിന്റെ അമ്മയെപ്പോലെയാണ്. അതിന്റെ വേദന സ്നേഹം എന്ന ദിവ്യമായ വികാരത്തിന്റെ ജനനമാണ്. ജെയിൻ, ഞാൻ അത് സ്വീകരിക്കുന്നു. ആ സ്നേഹത്തെ എന്റെ കൈകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി പറയൂ സാർ, അവൾക്ക് ഭ്രാന്താണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു? ജെയിൻ, ഞാൻ നിരാശയുടെ അറ്റത്തായിരുന്നു. ആത്മഗൗരവം മാത്രമാണ് എന്നെ തകർന്നുപോകാതെ പിടിച്ചുനിർത്തിയത്. ലോകത്തിന്റെ കണ്ണിൽ ഞാൻ അപമാനിതനായിരുന്നു. എങ്കിലും എന്റെ സ്വന്തം കണ്ണിൽ ശുദ്ധനായിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അവളുടെ കുറ്റകൃത്യങ്ങളെയും മാനസിക പ്രശ്നങ്ങളെയും എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും സമൂഹം എന്റെ പേരിനെ അവളുമായി ചേർത്ത് തന്നെ കണ്ടു. എല്ലാ ദിവസവും ഞാൻ അവളെ കാണുകയും കേൾക്കുകയും ചെയ്തു. അവൾ ശ്വസിക്കുന്ന വായു എനിക്കും ശ്വസിക്കേണ്ടി വന്നു. ഒരിക്കൽ ഞാൻ അവളുടെ ഭർത്താവായിരുന്നു എന്ന ചിന്ത എനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അവൾ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് മറ്റൊരു നല്ല സ്ത്രീയെ വിവാഹം കഴിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അവൾക്ക് എന്നെക്കാൾ 5 വയസ്സ് കൂടുതലായിരുന്നു. അവളുടെ കുടുംബം അവളുടെ പ്രായത്തിന്റെ കാര്യത്തിൽ പോലും എന്നോട് കള്ളം പറഞ്ഞു. എങ്കിലും ശാരീരികമായി അവൾക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. അങ്ങനെ 26 വയസ്സുള്ളപ്പോൾ ഞാൻ തീർത്തും നിരാശനായിരുന്നു. ഒരു രാത്രി അവളുടെ നിലവിളി കേട്ടാണ് ഞാൻ ഉണർന്നത്. ഡോക്ടർമാർ അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത് മുതൽ അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. വെസ്റ്റ് ഇൻഡീസിലെ കഠിനമായ ചൂടുള്ള ഒരു രാത്രിയായിരുന്നു അത്. കൊടുങ്കാറ്റിന് മുമ്പുള്ള അത്തരം രാത്രികളിൽ ഉറങ്ങാൻ കഴിയില്ല. ഞാൻ എഴുന്നേറ്റ് ജനൽ തുറന്നു. വായുവിൽ ഗന്ധകത്തിന്റെ മണമായിരുന്നു. എവിടെയും ഒരു ആശ്വാസവും കിട്ടിയില്ല. കൊതുകുകൾ മുറിയിൽ മൂളിപ്പറക്കുന്നുണ്ടായിരുന്നു. ദൂരെ കടൽ ഭൂകമ്പം പോലെ മുഴങ്ങുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ നിറഞ്ഞു. ചുവന്ന ചന്ദ്രൻ ഒരു
പീരങ്കി ഉണ്ടയെപ്പോലെ കടലിൽ താഴ്ന്നുപോകുകയായിരുന്നു. കൊടുങ്കാറ്റിന് മുമ്പുള്ള ആ അന്തരീക്ഷം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഭ്രാന്തിയായ അവളുടെ ശാപവാക്കുകൾ എന്റെ കാതുകളിൽ മുഴങ്ങി. അവൾ എന്റെ പേര് വിളിച്ച് അസഭ്യം പറയുകയായിരുന്നു. 2 മുറികൾക്കപ്പുറമാണെങ്കിലും അവളുടെ ചെന്നായയെപ്പോലെയുള്ള നിലവിളികൾ എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഈ ജീവിതം നരകമാണ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇവിടത്തെ വായുവും ശബ്ദവും നരകത്തിലേതുപോലെയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് അവകാശമുണ്ട്. മരണം എന്റെ ആത്മാവിനെ ഈ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കും. മരണാനന്തരമുള്ള നരകത്തെ എനിക്ക് പേടിയില്ല. ഈ ജീവിതത്തേക്കാൾ മോശമായ മറ്റൊന്നുമില്ല. എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ അടുത്തേക്ക് പോകണം. ഇത് പറയുമ്പോൾ ഞാൻ മുട്ടുകുത്തി നിന്ന് എന്റെ പെട്ടി തുറന്നു. അതിൽ 2 തോക്കുകൾ ഉണ്ടായിരുന്നു. സ്വയം വെടിവെച്ച് മരിക്കാനായിരുന്നു എന്റെ തീരുമാനം. എന്നാൽ ഒരു നിമിഷം മാത്രമേ ഞാൻ അങ്ങനെ ചിന്തിച്ചുള്ളൂ. എനിക്ക് ഭ്രാന്തില്ലാത്തതുകൊണ്ട് ആ നിമിഷത്തെ നിരാശ പെട്ടെന്ന് തന്നെ മാറിപ്പോയി. അപ്പോൾ യൂറോപ്പിൽ നിന്ന് ഒരു തണുത്ത കാറ്റ് സമുദ്രത്തിന് മുകളിലൂടെ വീശി എന്റെ ജനലിലൂടെ അകത്തേക്ക് വന്നു. കൊടുങ്കാറ്റ് വീശുകയും ഇടിമുഴങ്ങുകയും മഴ പെയ്യുകയും ചെയ്തു. അതോടെ വായു ശുദ്ധമായി. അപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. മഴ നനഞ്ഞ എന്റെ തോട്ടത്തിലെ ഓറഞ്ച് മരങ്ങൾക്കും മാതളനാരങ്ങകൾക്കും ഇടയിലൂടെ നടക്കുമ്പോൾ ആ പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ജെയിൻ, ശ്രദ്ധിച്ചു കേൾക്കൂ. ആ സമയത്ത് ശരിയായ അറിവാണ് എനിക്ക് ആശ്വാസം നൽകിയത്. യൂറോപ്പിൽ നിന്നുള്ള ആ മനോഹരമായ കാട്ട് ഇലകളിൽ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അറ്റ്ലാന്തിക് സമുദ്രം സ്വാതന്ത്ര്യത്തോടെ ഇരമ്പുന്നുണ്ടായിരുന്നു. ഉണങ്ങിപ്പോയ എന്റെ ഹൃദയത്തിൽ പുതിയ ജീവൻ തുടിക്കാൻ തുടങ്ങി. എന്റെ ആത്മാവ് ഒരു പുതിയ മാറ്റത്തിനായി ദാഹിച്ചു. എനിക്ക് പുതിയ പ്രതീക്ഷകൾ തോന്നി. എന്റെ തോട്ടത്തിന്റെ അറ്റത്തുനിന്ന് ഞാൻ കടലിലേക്ക് നോക്കി. അത് ആകാശത്തേക്കാൾ നീല നിറമായിരുന്നു. അതിനപ്പുറം പഴയ ലോകമായിരുന്നു. അവിടെ എനിക്ക് പുതിയ വഴികൾ തെളിഞ്ഞു കണ്ടു. പ്രതീക്ഷ എന്നോട് പറഞ്ഞു, യൂറോപ്പിലേക്ക് പോയി പുതിയൊരു ജീവിതം തുടങ്ങൂ. നിന്റെ ചീത്തപ്പേരോ നിന്റെ കഷ്ടപ്പാടുകളോ അവിടെ ആരും അറിയില്ല. ആ ഭ്രാന്തിയെ നിനക്ക് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാം. തോൺഫീൽഡിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി അവളെ താമസിപ്പിക്കാം. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാം. നിന്റെ ജീവിതം നശിപ്പിച്ച ആ സ്ത്രീ ഇനി നിന്റെ ഭാര്യയല്ല. അവളുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള പരിചരണം അവൾക്ക് നൽകുക. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നീ അവൾക്കായി ചെയ്യുന്നുണ്ട്. അവളുമായുള്ള നിന്റെ ബന്ധം എല്ലാവരിൽ നിന്നും മറച്ചുവെക്കുക. അവളെ സുരക്ഷിതമായി ഒരിടത്ത് താമസിപ്പിക്കുക, എന്നിട്ട് അവളെ വിട്ടുപോവുക. ഞാൻ ആ നിർദ്ദേശം തന്നെ സ്വീകരിച്ചു. എന്റെ അച്ഛനും സഹോദരനും എന്റെ വിവാഹത്തെക്കുറിച്ച് അവരുടെ പരിചയക്കാരോട് പറഞ്ഞിരുന്നില്ല. കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് അതിൽ വലിയ മടുപ്പ് തോന്നിത്തുടങ്ങിയിരുന്നു. ആ കുടുംബത്തിന്റെ സ്വഭാവം വച്ച് നോക്കുമ്പോൾ എന്റെ ഭാവി ഇരുളടഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ വിവരം രഹസ്യമായി വെക്കണമെന്ന് ഞാൻ ആദ്യത്തെ കത്തിൽ തന്നെ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. താമസിയാതെ തന്നെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ സ്ത്രീയുടെ പെരുമാറ്റം വളരെ മോശമായി മാറി. അവളെ തന്റെ മരുമകളാണെന്ന് പറയാൻ പോലും അദ്ദേഹം ലജ്ജിച്ചു. ഈ ബന്ധം പുറം ലോകത്തെ അറിയിക്കുന്നതിനേക്കാൾ എന്നെപ്പോലെ തന്നെ അത് ഒളിപ്പിച്ചു വെക്കാനാണ് അദ്ദേഹവും ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ അവളെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഭീകരരൂപിയുമായി കപ്പലിൽ യാത്ര ചെയ്യുന്നത് പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഒടുവിൽ അവളെ തോൺഫീൽഡിൽ എത്തിച്ച് 3-ാം നിലയിലെ ആ മുറിയിൽ സുരക്ഷിതമായി താമസിപ്പിച്ചപ്പോൾ എനിക്ക് ആശ്വാസമായി. കഴിഞ്ഞ 10 വർഷമായി ആ മുറി ഒരു വന്യമൃഗത്തിന്റെ
ഗുഹ പോലെയാണ് അവൾ ഉപയോഗിക്കുന്നത്. അവളെ നോക്കാൻ വിശ്വസ്തയായ ഒരാളെ കണ്ടെത്തുക എന്നത് പ്രയാസകരമായിരുന്നു. കാരണം അവളുടെ നിലവിളികൾ കേട്ടാൽ എന്റെ രഹസ്യം എല്ലാവരും അറിയും. കൂടാതെ ചില ദിവസങ്ങളിൽ അവൾക്ക് ബോധം വരാറുണ്ട്. ആ സമയത്തെല്ലാം അവൾ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. ഒടുവിൽ ഞാൻ ഗ്രിംസ്ബി റിട്രീറ്റിൽ നിന്ന് ഗ്രേസ് പൂളിനെ ജോലിക്കെടുത്തു. അവളും മേസണ് കുത്തേറ്റപ്പോൾ മുറിവ് വെച്ചുകെട്ടിയ ഡോക്ടർ കാർട്ടറും മാത്രമാണ് എന്റെ ഈ രഹസ്യം അറിയുന്നവർ. മിസ്സിസ് ഫെയർഫാക്സിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ അവക്ക് കൃത്യമായ വിവരങ്ങൾ ഒന്നും ആയില്ലായിരുന്നു. ഗ്രേസ് ഒരു നല്ല കാവൽക്കാരിയായിരുന്നു. എങ്കിലും അവൾക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സ്വഭാവദോഷം ഉണ്ടായിരുന്നു. ആ ജോലിയിലെ സമ്മർദ്ദം കാരണം ഇടയ്ക്കൊക്കെ അവളുടെ ശ്രദ്ധ മാറുമായിരുന്നു. ആ ഭ്രാന്തി വളരെ തന്ത്രശാലിയും ക്രൂരയുമാണ്. കാവൽക്കാരിയുടെ ശ്രദ്ധ മാറുന്ന സമയം അവൾ കൃത്യമായി ഉപയോഗിച്ചു. ഒരിക്കൽ അവൾ തന്റെ സഹോദരനെ കുത്താൻ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചുവച്ചു. 2 തവണ മുറിയുടെ താക്കോൽ കൈക്കലാക്കി രാത്രിയിൽ പുറത്തിറങ്ങി. ആദ്യത്തെ തവണ അവൾ എന്നെ കിടക്കയിൽ ഇട്ട് കത്തിക്കാൻ ശ്രമിച്ചു. 2ാമത്തെ തവണയാണ് അവൾ നിന്റെ മുറിയിൽ വന്നത്. ദൈവം നിന്നെ കാത്തു. നിന്റെ വിവാഹ വസ്ത്രം കണ്ടപ്പോൾ അവളുടെ സ്വന്തം വിവാഹ ദിവസം ഓർമ്മ വന്നതുകൊണ്ടാകാം അവൾ ആ വസ്ത്രം മാത്രം നശിപ്പിച്ചത്. അന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് ഓർക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഇന്ന് രാവിലെ എന്റെ പ്രിയപ്പെട്ടവളുടെ നേരെ ആ ഭീകരരൂപം ആഞ്ഞെടുത്തത് ഓർക്കുമ്പോൾ എന്റെ രക്തം തണുത്തുറഞ്ഞു പോകുന്നു. അദ്ദേഹം അല്പനേരം നിശബ്ദനായപ്പോൾ ഞാൻ ചോദിച്ചു, എന്നിട്ട് സാർ, അവളെ ഇവിടെ താമസിപ്പിച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എങ്ങോട്ടാണ് പോയത്? ഞാൻ എന്ത് ചെയ്തു ജേൻ? ഞാൻ ഒരു മിന്നാമിന്നിയെപ്പോലെ അലഞ്ഞുതിരിഞ്ഞു. ഞാൻ എങ്ങോട്ടാണ് പോയത്? കാട്ടിലലയുന്ന ഒരു ആത്മാവിനെപ്പോലെ ഞാൻ അലഞ്ഞു. ഞാൻ യൂറോപ്പ് വൻകരയിലേക്ക് പോയി അവിടത്തെ എല്ലാ രാജ്യങ്ങളിലൂടെയും ചുറ്റിക്കറങ്ങി. തോൺഫീൽഡിൽ ഞാൻ ഉപേക്ഷിച്ചു പോന്ന ആ ക്രൂരയായ സ്ത്രീക്ക് നേർവിപരീതമായ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ബുദ്ധിയുള്ള ഒരു നല്ല സ്ത്രീയെ കണ്ടെത്തുക എന്നതായിരുന്നു എന്റെ ഏക ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നുവല്ലോ സാർ. എനിക്ക് അതിന് കഴിയുമെന്നും വേണമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. നിന്നെ വഞ്ചിച്ചതുപോലെ ആദ്യം ആരെയും വഞ്ചിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്റെ കഥ തുറന്നു പറയാനും പരസ്യമായി വിവാഹാഭ്യർത്ഥന നടത്താനുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് സ്നേഹിക്കാനും തിരിച്ച് സ്നേഹിക്കപ്പെടാനും അവകാശമുണ്ടെന്നത് തികച്ചും ന്യായമാണെന്ന് എനിക്ക് തോന്നി. എന്റെ ശാപത്തെക്കുറിച്ച് അറിഞ്ഞാലും എന്നെ മനസ്സിലാക്കാനും സ്വീകരിക്കാനും തയ്യാറുള്ള ഒരു സ്ത്രീയെ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നിട്ട് സാർ, നിനക്ക് ആകാംക്ഷ കൂടുമ്പോൾ നീ എന്നെ ചിരിപ്പിക്കും ജേൻ. നീ ഒരു പക്ഷിയെപ്പോലെ കണ്ണുകൾ വിടർത്തി നോക്കും. മറുപടികൾ വേഗത്തിൽ കിട്ടാത്തതുപോലെ നീ അക്ഷമയോടെ അനങ്ങും. ഒരാളുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ വായിക്കാൻ നീ ആഗ്രഹിക്കുന്നതുപോലെ തോന്നും. പക്ഷേ തുടരുന്നതിന് മുമ്പ് പറയൂ, എന്താണ് നിന്റെ ഈ എന്നിട്ട് സാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നീ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ചെറിയ വാചകമാണത്. പലപ്പോഴും എന്നെക്കൊണ്ട് ഒരുപാട് സംസാരിപ്പിക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, പിന്നെ എന്തുണ്ടായി? നിങ്ങൾ എങ്ങനെ മുന്നോട്ടു പോയി? ആ സംഭവത്തിന്റെ ഫലം എന്തായിരുന്നു എന്നാണ് കൃത്യം. ഇപ്പോൾ നിനക്ക് എന്താണ് അറിയേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെയെങ്കിലും കണ്ടെത്തിയോ എന്നും അവരോട് വിവാഹാഭ്യർത്ഥന നടത്തിയോ എന്നും
അവർ എന്ത് മറുപടി നൽകി എന്നുമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിയോ എന്നും വിവാഹാഭ്യർത്ഥന നടത്തിയോ എന്നും എനിക്ക് പറയാൻ കഴിയും. പക്ഷേ അവൾ എന്ത് പറഞ്ഞു എന്നത് വിധിയുടെ പുസ്തകത്തിൽ എഴുതപ്പെടാനിരിക്കുന്നതേയുള്ളൂ. 10 വർഷത്തോളം ഞാൻ ഓരോ നഗരങ്ങളിൽ മാറി മാറി അലഞ്ഞു. ചിലപ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ കൂടുതൽ സമയവും പാരീസിൽ, ഇടയ്ക്ക് റോം, നേപ്പിൾസ്, ഫ്ലോറൻസ് എന്നിവിടങ്ങളിൽ. ധാരാളം പണവും പ്രശസ്തമായ കുടുംബപ്പേരും ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സമൂഹത്തിൽ ഇടപഴകാൻ കഴിഞ്ഞു. ഇംഗ്ലീഷ് പ്രഭുമാർ, ഫ്രഞ്ച് കൗണ്ടസ്സുമാർ, ഇറ്റാലിയൻ സുന്ദരിമാർ, ജർമ്മൻ പ്രഭുമാർ എന്നിവയ്ക്കിടയിൽ ഞാൻ എന്റെ സ്വപ്നത്തിലെ സ്ത്രീയെ തിരഞ്ഞു. പക്ഷേ എനിക്ക് അവളെ കണ്ടെത്താനായില്ല. ചില നിമിഷങ്ങളിൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഉടനെ തന്നെ എനിക്ക് തെറ്റ് പറ്റി എന്ന് മനസ്സിലായി. ഞാൻ ഒരു പൂർണ്ണതയുള്ള സ്ത്രീയെയാണ് തിരഞ്ഞതെന്ന് കരുതരുത്. എനിക്ക് അനുയോജ്യമായ ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചത്, ആ ക്രിയോൾ സ്ത്രീക്ക് നേർവിപരീതമായ ഒരാളെ. പക്ഷേ എന്റെ അന്വേഷണം വെറുതെയായി. അവരിൽ ഒരാളെപ്പോലും വിവാഹം കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. നിരാശ എന്നെ അശ്രദ്ധനാക്കി. ഞാൻ സുഖഭോഗങ്ങളിൽ മുഴുകി, പക്ഷേ ഒരിക്കലും മോശമായ വഴികളിൽ പോയില്ല. അത് എനിക്ക് വെറുപ്പായിരുന്നു. എന്റെ ഇന്ത്യൻ മെസ്സാലിനയുടെ സ്വഭാവമായിരുന്നു അത്. അവളോടുള്ള വെറുപ്പ് എന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് അകറ്റിനിർത്തി. എങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഞാൻ ചില സ്ത്രീകളെ കൂടെ കൂട്ടി. ആദ്യം സെലീൻ വാരൻസ് ആയിരുന്നു. ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന ഒരു കാര്യം. അവൾ എങ്ങനെയുള്ളവളായിരുന്നു എന്നും ആ ബന്ധം എങ്ങനെ അവസാനിച്ചുവെന്നും നിനക്കറിയാമല്ലോ. അവൾക്ക് ശേഷം മറ്റ് 2 പേർ കൂടി വന്നു, ഇറ്റലിക്കാരിയായ ജാസിന്തയും ജർമ്മൻകാരിയായ ക്ലാരയും. 2 പേരും സുന്ദരികളായിരുന്നു. പക്ഷേ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ സൗന്ദര്യം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ജാസിന്ത സ്വഭാവഗുണമില്ലാത്തവളും ദേഷ്യക്കാരിയുമായിരുന്നു. 3 മാസത്തിനുള്ളിൽ എനിക്ക് അവളോട് മടുത്തു. ക്ലാര പാവമായിരുന്നു, പക്ഷേ അവൾക്ക് ബുദ്ധിയോ വികാരങ്ങളോ ഇല്ലായിരുന്നു. എനിക്ക് അവളെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പണം നൽകി ഞാൻ അവളെ മാന്യമായി ഒഴിവാക്കി. അക്ഷേ ജെയിൻ, നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നീ എന്നെക്കുറിച്ച് നല്ലതല്ല ചിന്തിക്കുന്നതെന്ന്. ഞാൻ ഒരു സ്വഭാവദൂഷ്യമുള്ളവനാണെന്ന് നീ കരുതുന്നു, അല്ലേ? എനിക്ക് നിങ്ങളോട് മുമ്പുണ്ടായിരുന്ന അത്രയും ബഹുമാനം ഇപ്പോൾ തോന്നുന്നില്ല, സാർ. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ മാറി മാറി ജീവിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? വളരെ സാധാരണമായ ഒരു കാര്യം പോലെയാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എനിക്ക് അത് സാധാരണമായിരുന്നു, പക്ഷേ എനിക്ക് അത് ഇഷ്ടമായിരുന്നില്ല. അതൊരു തരം താഴ്ന്ന ജീവിതമായിരുന്നു. ഇനിയൊരിക്കലും അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് മടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളെ പണം നൽകിക്കൂടെ നിർത്തുന്നത് ഒരു അടിമയെ വാങ്ങുന്നതിന് തുല്യമാണ്. അവർ എപ്പോഴും താഴ്ന്ന നിലയിലുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരോടൊപ്പം ജീവിക്കുന്നത് അന്തസ്സിന് ചേർന്നതല്ല. സെലീൻ, ജാസിന്ത, ക്ലാര എന്നിവരോടൊപ്പം ചിലവഴിച്ച കാലം ഓർക്കാൻ പോലും ഞാൻ ഇപ്പോൾ വെറുക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലെ സത്യം എനിക്ക് മനസ്സിലായി. ഞാൻ എന്നെത്തന്നെ മറന്ന് ഏതെങ്കിലും പ്രലോഭനത്തിന് വഴങ്ങി ആ പെൺകുട്ടികൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നുചെന്നാൽ ഒരു ദിവസം അദ്ദേഹം എന്നെയും ഇതേ വെറുപ്പോടെയാകും കാണുക എന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അത് പുറത്തു പറഞ്ഞില്ല, പക്ഷേ എന്റെ ഹൃദയത്തിൽ അത് കുറിച്ചുവച്ചു. പരീക്ഷണങ്ങളുടെ സമയത്തത് എനിക്ക് കരുത്താകട്ടെ എന്ന് ഞാൻ കരുതി.
ഇപ്പോൾ എന്താണ് ജെയിൻ നീ എന്നിട്ട് സാറെന്ന് ചോദിക്കാത്തത്? ഞാൻ പറഞ്ഞു, തീരുന്നില്ല. നീ ഗൗരവത്തിലാണല്ലോ. നീ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ജനുവരിയിൽ എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് നിരാശയും ഏകാന്തതയും നിറഞ്ഞ മനസ്സോടെ ഞാൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്നു. സ്നേഹമുള്ള, ബുദ്ധിയുള്ള ഒരു സ്ത്രീ എന്നത് വെറും സ്വപ്നം മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. ബിസിനസ് കാര്യങ്ങൾക്കായി ഞാൻ തിരികെ എത്തി. ഒരു തണുപ്പുള്ള ശീതകാല സായാഹ്നത്തിൽ ഞാൻ കുതിരപ്പുറത്ത് തോംഫീൽഡ് ഹാളിന് അടുത്തെത്തി. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരിടം. അവിടെ എനിക്ക് സമാധാനമോ സന്തോഷമോ ലഭിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഹേലീനിലെ ഒരു വേലിക്കൽ ശാന്തയായ ഒരു ചെറിയ രൂപം തനിച്ച് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതിനെതിരെയുള്ള വില്ലോ മരത്തെ ശ്രദ്ധിക്കാതെ വിട്ടതുപോലെ ഞാൻ ആ രൂപത്തെയും കാര്യമാക്കാതെ കടന്നുപോയി. ആ വ്യക്തി എന്റെ ജീവിതത്തിൽ ആരായിത്തീരുമെന്ന് എനിക്ക് അപ്പോൾ ഒരു സൂചനയും ലഭിച്ചില്ല. എന്റെ ജീവിതത്തിന്റെ വിധി തീരുമാനിക്കുന്നവൾ, എന്റെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണമാകുന്നവൾ ഇത്രയും എളിയ വേഷത്തിൽ അവിടെ കാത്തിരിക്കുകയാണെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞില്ല. മെസ്രൂറിന് അപകടം പറ്റിയപ്പോൾ ആ രൂപം അടുത്ത് വന്ന് ഗൗരവത്തോടെ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാൻ അത് അറിഞ്ഞില്ല. കുട്ടികളെപ്പോലെയുള്ള മെലിഞ്ഞ ഒരു രൂപം. ഒരു ചെറിയ പക്ഷി എന്റെ കാൽക്കൽ വന്നിരുന്ന് അതിന്റെ കുഞ്ഞു ചിറകുകളിൽ എന്നെ ചുമക്കാമെന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദേഷ്യത്തിലായിരുന്നു, പക്ഷേ ആ രൂപം അവിടെ നിന്ന് പോയില്ല. അത്ഭുതകരമായ വാശിയോടെ അവൾ എന്റെ കൂടെ നിന്നു. ഒരുതരം അധികാരത്തോടെ എന്നെ നോക്കുകയും സംസാരിക്കുകയും ചെയ്തു. എനിക്ക് സഹായം ആവശ്യമായിരുന്നു. അത് ആ കൈകളിൽ നിന്ന് തന്നെ വേണമായിരുന്നു. ഒടുവിൽ അവൾ എന്നെ സഹായിക്കുകയും ചെയ്തു. ഒരിക്കൽ നിന്റെ ആ മെലിഞ്ഞ തോളിൽ തൊട്ടപ്പോൾ എനിക്ക് പുതിയൊരു ഉന്മേഷവും ജീവനും തോന്നിയതുപോലെ തോന്നി. ഈ കുഞ്ഞുമാലാഖ എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നും അവൾ എന്റെ ഈ വീട്ടിൽ ഉള്ളവളാണെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് നീ ആ വേലിക്കപ്പുറം മറയുന്നത് കണ്ടിട്ടും എനിക്ക് വലിയ വിഷമം തോന്നാതിരുന്നത്. ജെയിൻ, അന്ന് രാത്രി നീ വീട്ടിൽ വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞു കാണില്ല. അടുത്ത ദിവസം നീ അടലിനൊപ്പം ഗാലറിയിൽ കളിക്കുന്നത് ഞാൻ അരമണിക്കൂറോളം ഒളിച്ചുനിന്ന് കണ്ടു. അതൊരു മഞ്ഞുവീഴ്ചയുള്ള ദിവസമായിരുന്നു. നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലായിരുന്നു. ഞാൻ എന്റെ മുറിയിലായിരുന്നു. വാതിൽ അല്പം തുറന്നിട്ടിരുന്നു. എനിക്ക് നിന്നെ കാണാനും നീ പറയുന്നത് കേൾക്കാനും കഴിയുമായിരുന്നു. നീ അടലിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും നിന്റെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് എനിക്ക് തോന്നി. എന്റെ കുഞ്ഞു ജെയിൻ, നീ അവളോട് വളരെ ക്ഷമയോടെ പെരുമാറി. കുറേനേരം അവളോട് സംസാരിക്കുകയും അവളെ രസിപ്പിക്കുകയും ചെയ്തു. അവൾ പോയപ്പോൾ നീ ആഴത്തിലുള്ള ചിന്തകളിൽ മുഴുകി പതുക്കെ അവിടെ നടക്കാൻ തുടങ്ങി. ഇടയ്ക്ക് ജനലിലൂടെ പുറത്തെ മഞ്ഞുവീഴ്ചയിലേക്കും കാട്ടിലേക്കും നീ നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ ആ ചിന്തകൾ അത്ര മോശമായിരുന്നില്ല എന്ന് നിന്റെ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ എനിക്ക് തോന്നി. നിന്റെ മുഖത്തെ ആ സന്തോഷം ഒരു നല്ല ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നൽകുന്നതായിരുന്നു. ഹാളിൽ മിസ്സിസ് ഫെയർഫാക്സ് ഒരു ജോലിക്കാരനോട് സംസാരിക്കുന്നത് കേട്ടാണ് നീ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അപ്പോൾ നീ നിന്നെത്തന്നെ നോക്കി ചിരിച്ചത് എത്ര വിചിത്രമായിരുന്നു, ജാനറ്റ്. ആ ചിരിയിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ സ്വപ്നങ്ങൾ ഒക്കെ നല്ലതാണ്, പക്ഷേ അവ വെറും തോന്നലുകളാണെന്ന് ഞാൻ മറക്കരുത്. എന്റെ മനസ്സിൽ മനോഹരമായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് മുന്നിലുള്ള വഴി കഠിനമാണെന്ന് എനിക്കറിയാം എന്ന് ആ ചിരി പറയുന്നത് പോലെ തോന്നി. നീ താഴേക്ക് ഓടിച്ചെന്ന് മിസ്സിസ്
ഫെയർഫാക്സിനോട് എന്തെങ്കിലും ജോലി തരാൻ ആവശ്യപ്പെട്ടു. വീട്ടുചെലവുകൾ കണക്കുകൂട്ടുന്ന ജോലിയോ മറ്റോ ആയിരുന്നു അത്. നീ എന്റെ കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. നിന്നെ എന്റെ അടുത്തേക്ക് വിളിക്കാൻ ഞാൻ വൈകുന്നേരത്തിനായി അക്ഷമയോടെ കാത്തിരുന്നു. നിന്റെ സ്വഭാവം എനിക്ക് തികച്ചും പുതിയതായി തോന്നി. നിന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. നാണത്തോടെയും എന്നാൽ ആത്മവിശ്വാസത്തോടെയും നീ മുറിയിലേക്ക് വന്നു. നീ ഇപ്പോഴത്തെപ്പോലെ തന്നെ ലളിതമായ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. ഞാൻ നിന്നെക്കൊണ്ട് സംസാരിപ്പിച്ചു. നിന്റെ വസ്ത്രധാരണവും രീതികളും വളരെ അടക്കമുള്ളതായിരുന്നു. നീ ലോകപരിചയം കുറഞ്ഞ എന്നാൽ മാന്യമായ സ്വഭാവമുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നി. തെറ്റുകൾ വരുത്തുമോ എന്ന് നിനക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും നിന്നോട് സംസാരിക്കുമ്പോൾ നീ ധൈര്യത്തോടെ എന്റെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ ഓരോ നോട്ടത്തിലും ഒരു പ്രത്യേക ശക്തിയുണ്ടായിരുന്നു. ചോദ്യങ്ങൾക്ക് നീ കൃത്യമായ മറുപടി നൽകി. പെട്ടെന്ന് തന്നെ നീ എന്നോട് ഇണങ്ങി. നിന്റെ ഈ കടുപ്പക്കാരനായ യജമാനനുമായി നിനക്ക് എന്തോ ഒരു ആത്മബന്ധം തോന്നിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജെയിൻ. കാരണം ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും നീ പേടിക്കുകയോ വിഷമിക്കുകയോ ചെയ്തില്ല. നീ എന്നെ ശ്രദ്ധിക്കുകയും ഇടയ്ക്ക് മനോഹരമായി പുഞ്ചിരിക്കുകയും ചെയ്തു. നിന്നെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. എങ്കിലും കുറെക്കാലം ഞാൻ നിന്നോട് അകലം പാലിച്ചു. നിന്നെ പതുക്കെ അറിഞ്ഞുവരുന്നത് എനിക്ക് ഒരു പ്രത്യേക സുഖം നൽകി. ഒരു പൂവിനെ അമിതമായി സ്പർശിച്ചാൽ അതിന്റെ ഭംഗി നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ നീ വാടിപ്പോകുന്ന ഒരു പൂവല്ല, മറിച്ച് ഒരിക്കലും നശിക്കാത്ത ഒരു രത്നമാണെന്ന് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൂടാതെ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ നീ എന്നെ അന്വേഷിച്ചു വരുമോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. പക്ഷേ നീ വന്നില്ല. നീ നിന്റെ പഠനമുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. ഞാൻ നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരു യജമാനനോടുള്ള ബഹുമാനം മാത്രം കാണിച്ച് നീ കടന്നുപോയി. ആ ദിവസങ്ങളിൽ നീ എപ്പോഴും എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിനക്ക് വലിയ പ്രതീക്ഷകളോ സന്തോഷങ്ങളോ ഉണ്ടായിരുന്നില്ല. നീ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ വീണ്ടും നിന്നോട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഒരു തിളക്കവും പെരുമാറ്റത്തിൽ ഒരു സന്തോഷവും ഉണ്ടായിരുന്നു. നിനക്ക് മറ്റുള്ളവരോട് ഇടപഴകാൻ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ആ പഠനമുറിയിലെ ഏകാന്തതയാണ് നിന്നെ സങ്കടപ്പെടുത്തിയത്. നിന്നോട് സ്നേഹത്തോടെ പെരുമാറാൻ ഞാൻ തീരുമാനിച്ചു. ആ സ്നേഹം നിന്നെ പെട്ടെന്ന് സ്വാധീനിച്ചു. നിന്റെ മുഖം കൂടുതൽ പ്രസന്നമായി. നിന്റെ ശബ്ദത്തിൽ എന്റെ പേര് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ സമയങ്ങളിൽ നിന്നെ കാണുന്നത് ഞാൻ ആസ്വദിച്ചിരുന്നു. എന്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ നിനക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. ഞാൻ ഒരു യജമാനനെപ്പോലെ പെരുമാറുമോ അതോ ഒരു സുഹൃത്തിനെപ്പോലെ പെരുമാറുമോ എന്ന് നീ പേടിച്ചിരുന്നു. എനിക്ക് നിന്നോട് അത്രയധികം ഇഷ്ടം തോന്നിയതുകൊണ്ട് എനിക്ക് ദേഷ്യം അഭിനയിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സ്നേഹത്തോടെ കൈ നീട്ടുമ്പോൾ നിന്റെ മുഖത്ത് വിരിയുന്ന ആ സന്തോഷം കാണുമ്പോൾ നിന്നെ ചേർത്തുപിടിക്കാൻ എനിക്ക് അത്രയധികം ആഗ്രഹം തോന്നിയിരുന്നു. ആ ദിവസങ്ങളെക്കുറിച്ച് ഇനി സംസാരിക്കരുത് സാർ, കണ്ണുനീർ തുടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. കാരണം എനിക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തലുകൾ എന്റെ തീരുമാനത്തെ കൂടുതൽ പ്രയാസകരമാക്കി. ശരി ജെയിൻ, അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്തിന് ചിന്തിക്കണം? വരാനിരിക്കുന്ന ഭാവി ഇതിലും മനോഹരമായിരിക്കും. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ട് ഞാൻ വിറച്ചുപോയി.
കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അദ്ദേഹം തുടർന്നു. എന്റെ യൗവനവും ജീവിതവും പകുതി കഠിനമായ സങ്കടത്തിലും പകുതി ഏകാന്തതയിലുമാണ് കഴിഞ്ഞുപോയത്. ഇപ്പോൾ ആദ്യമായി എനിക്ക് സത്യസന്ധമായി സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് നിന്നെയാണ്. നീ എന്റെ ആശ്വാസമാണ്, എന്റെ നല്ല പാതിയാണ്, എന്റെ കാവൽ മാലാഖയാണ്. എനിക്ക് നിന്നോട് അത്രയേറെ അടുപ്പമുണ്ട്. നീ നല്ലവളും മിടുക്കിയും സുന്ദരിയുമാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ ഹൃദയത്തിൽ നിന്നോട് വലിയൊരു സ്നേഹം തോന്നിയിരിക്കുന്നു. അത് എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നു. എന്റെ ജീവിതം മുഴുവൻ നിന്നിലാണ്. ആ സ്നേഹം ഒരു തീജ്വാല പോലെ നമ്മളെ രണ്ടുപേരെയും ഒന്നാക്കി മാറ്റുന്നു. ഇതൊക്കെക്കൊണ്ടാണ് നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എനിക്ക് നേരത്തെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വെറും തമാശയാണ്. അവൾ ഒരു ഭീകരരൂപിയാണെന്ന് നിനക്ക് ഇപ്പോൾ അറിയാമല്ലോ. നിന്നെ പറ്റിക്കാൻ ശ്രമിച്ചത് എന്റെ തെറ്റാണ്. പക്ഷേ നിന്റെ സ്വഭാവത്തിലെ വാശിയെ ഞാൻ ഭയപ്പെട്ടു. പഴയ ചിന്താഗതികൾ നിന്നെ സ്വാധീനിക്കുമെന്ന് ഞാൻ പേടിച്ചു. രഹസ്യങ്ങൾ പറയുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായി എന്റേതാക്കി മാറ്റാൻ ഞാൻ ആഗ്രഹിച്ചു. അതൊരു ഭീരുത്വമായിരുന്നു. നിന്റെ നല്ല മനസ്സിനോട് ഞാൻ നേരത്തെ തന്നെ സംസാരിക്കണമായിരുന്നു. എന്റെ സങ്കടങ്ങൾ നിന്നോട് തുറന്നു പറയണമായിരുന്നു. നല്ലൊരു ജീവിതത്തിനായുള്ള എന്റെ ആഗ്രഹം നിന്നെ അറിയിക്കണമായിരുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തിരിച്ചും സ്നേഹിക്കാനുള്ള എന്റെ ആഗ്രഹം നിനക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അന്ന് ഞാൻ നിന്റെ സ്നേഹം ചോദിക്കണമായിരുന്നു. ജേൻ, അത് എനിക്ക് ഇപ്പോൾ തരൂ. ഒരു നിശബ്ദത. നീ എന്താണ് മിണ്ടാത്തത് ജേൻ? ഞാൻ ഒരു വലിയ പരീക്ഷണത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. തീപിടിച്ച ഒരു ഇരുമ്പ് കൈ എന്റെ ഹൃദയത്തെ ഞെരിക്കുന്നതുപോലെ എനിക്ക് തോന്നി. ഭയാനകമായ നിമിഷം. പോരാട്ടവും ഇരുട്ടും നീറ്റിലും നിറഞ്ഞ സമയം. ലോകത്ത് ആരും എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കില്ല. എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന ആ മനുഷ്യനെ ഞാൻ അത്രയേറെ ആരാധിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആ സ്നേഹവും ആ മനുഷ്യനെയും ഉപേക്ഷിക്കേണ്ടിവരും. സങ്കടകരമായ ഒരു വാക്ക് മാത്രമായിരുന്നു എന്റെ മുന്നിലുള്ള വഴി. പോവുക. ജെയിൻ, എനിക്ക് നിന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് നിനക്ക് മനസ്സിലായോ? മിസ്റ്റർ റോച്ചസ്റ്റർ, ഞാൻ നിങ്ങളുടേതാണ് എന്നൊരു വാക്ക് മാത്രം മതി. മിസ്റ്റർ റോച്ചസ്റ്റർ, ഞാൻ നിങ്ങളുടേതാകില്ല. വീണ്ടും നീണ്ട നിശബ്ദത. ജെയിൻ, അവൻ വീണ്ടും വിളിച്ചു. അവന്റെ ശബ്ദത്തിലെ സൗമ്യത എന്നെ സങ്കടത്തിലാഴ്ത്തി. വരാനിരിക്കുന്ന വലിയൊരു അപകടത്തിന്റെ സൂചന പോലെ എനിക്ക് തണുപ്പ് തോന്നി. ഒരു സിംഹം ഗർജിക്കാൻ തയ്യാറെടുക്കുന്നതുപോലെയായിരുന്നു ആ ശബ്ദം. ജെയിൻ, നീ നിന്റെ വഴിക്ക് പോകാനും എന്നെ എന്റെ വഴിക്ക് വിടാനും തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതെ. ജെയിൻ, അവൻ എന്നെ അരികിലേക്ക് ചേർത്തുപിടിച്ചു. നീ ഇപ്പോഴും അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഇപ്പോഴും. അവൻ എന്റെ നെറ്റിയിലും കവിളിലും മൃദുവായി ചുംബിച്ചു. അതെ, അവന്റെ പിടിയിൽ നിന്ന് വേഗത്തിൽ ഞാൻ പൂർണ്ണമായും മോചിതയായി. ഓ ജെയിൻ, ഇത് വളരെ കഠിനമാണ്. ഇത് തെറ്റാണ്. എന്നെ സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല. നിങ്ങളെ അനുസരിക്കുന്നതാണ് തെറ്റ്. അവന്റെ മുഖത്ത് ഒരു വന്യമായ ഭാവം മിന്നിമറഞ്ഞു. അവൻ എഴുന്നേറ്റു, പക്ഷേ അപ്പോഴും സ്വയം നിയന്ത്രിച്ചു. താങ്ങിനായി ഞാൻ ഒരു കസേരയുടെ പുറകിൽ കൈവച്ചു. ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്റെ തീരുമാനത്തിൽ ഞാൻ ഉറച്ചുനിന്നു. ഒരു നിമിഷം ജെയിൻ, നീ പോയിക്കഴിഞ്ഞാൽ എന്റെ ജീവിതം എത്ര ഭയാനകമാകുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ പോകുന്നതോടെ എന്റെ എല്ലാ സന്തോഷവും ഇല്ലാതാകും. പിന്നെ എനിക്ക് എന്താണ് ബാക്കിയുള്ളത്?
ഭാര്യയായിട്ട് മുകളിലത്തെ നിലയിൽ ആ ഭ്രാന്തി മാത്രമാണുള്ളത്. പള്ളിപ്പറമ്പിലെ ഏതെങ്കിലും ശവത്തെക്കുറിച്ച് പറയുന്നതുപോലെയാണത്. ഞാൻ എന്തു ചെയ്യും ജെയിൻ? ഒരു കൂട്ടിനും പ്രതീക്ഷയ്ക്കുമായി ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യൂ. ദൈവത്തിലും നിങ്ങളിലും വിശ്വസിക്കൂ. സ്വർഗത്തിൽ വിശ്വസിക്കൂ. അവിടെ വച്ച് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കൂ. അപ്പോൾ നീ വഴങ്ങില്ലേ? ഇല്ല. അപ്പോൾ എന്നെ ദുരിതത്തിൽ ജീവിക്കാനും ശപിക്കപ്പെട്ടവനായി മരിക്കാനും നീ വിധിക്കുകയാണോ? അവന്റെ ശബ്ദം ഉയർന്നു. പാപമില്ലാതെ ജീവിക്കാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. സമാധാനത്തോടെ നിങ്ങൾ മരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നീ എന്നിൽ നിന്ന് സ്നേഹവും നന്മയും തട്ടിയെടുക്കുകയാണോ? എന്നെ വീണ്ടും മോശമായ ആഗ്രഹങ്ങളിലേക്കും തെറ്റായ വഴികളിലേക്കും തള്ളിവിടുകയാണോ? മിസ്റ്റർ റോച്ചസ്റ്റർ, ഞാൻ എനിക്കായി തിരഞ്ഞെടുക്കുന്ന അതേ വിധി തന്നെയാണ് നിങ്ങൾക്കും നൽകുന്നത്. കഷ്ടപ്പാടുകൾ സഹിക്കാനും പോരാടാനുമാണ് നമ്മൾ ജനിച്ചത്. നിങ്ങളും ഞാനും ഒരുപോലെ. അത് ചെയ്യൂ. ഞാൻ നിങ്ങളെ മറക്കുന്നതിനേക്കാൾ മുൻപേ നിങ്ങൾ എന്നെ മറക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ എന്നെ ഒരു കള്ളനാക്കുകയാണ്. നീ എന്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നു. ഞാൻ മാറില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഞാൻ ഉടനെ മാറുമെന്ന് നീ എന്റെ മുഖത്ത് നോക്കി പറയുന്നു. നിന്റെ തീരുമാനങ്ങൾ എത്ര തെറ്റാണ്! എന്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു ദോഷവും സംഭവിക്കില്ല. നിനക്ക് പേടിക്കാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. എന്നിട്ടും ഒരു മനുഷ്യനിയമം ലംഘിക്കാതിരിക്കാൻ വേണ്ടി ഒരു സഹജീവിയെ നിരാശയിലേക്ക് തള്ളിവിടുന്നത് ശരിയാണോ? അത് സത്യമായിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ എന്റെ മനസ്സാക്ഷിയും ബുദ്ധിയും എനിക്കെതിരെ തിരിഞ്ഞു. അവനെ എതിർക്കുന്നത് ഒരു കുറ്റമാണെന്ന് അവ എന്നോട് പറഞ്ഞു. എന്റെ വികാരങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഓ, സമ്മതിക്കൂ. അവന്റെ സങ്കടത്തെക്കുറിച്ച് ആലോചിക്കൂ. അവന്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കൂ. അവൻ ഒറ്റയ്ക്കായാൽ എന്താകുമെന്ന് നോക്കൂ. അവന്റെ എടുത്തുചാട്ടമുള്ള സ്വഭാവം ഓർക്കൂ. അവനെ ആശ്വസിപ്പിക്കൂ. അവനെ രക്ഷിക്കൂ. അവനെ സ്നേഹിക്കൂ. നീ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നും അവന്റേതാകുമെന്നും അവനോട് പറയൂ. ഈ ലോകത്ത് നിന്നെക്കുറിച്ച് ആർക്കാണ് ഉത്കണ്ഠയുള്ളത്? നീ ഇത് ചെയ്യുന്നത് കൊണ്ട് ആർക്കാണ് ദോഷം വരിക? എന്നിട്ടും എന്റെ മറുപടി ഉറച്ചതായിരുന്നു. എനിക്ക് എന്നെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. ഞാൻ എത്രത്തോളം ഒറ്റപ്പെടുന്നുവോ, എനിക്ക് എത്രത്തോളം സുഹൃത്തുക്കൾ ഇല്ലാതാകുന്നുവോ, അത്രത്തോളം ഞാൻ എന്നെ ബഹുമാനിക്കും. ദൈവം നൽകിയതും മനുഷ്യർ അംഗീകരിച്ചതുമായ നിയമങ്ങൾ ഞാൻ പാലിക്കും. എനിക്ക് ബോധമുള്ളപ്പോൾ ഞാൻ സ്വീകരിച്ച തത്വങ്ങളിൽ ഞാൻ ഉറച്ചുനിൽക്കും. ഇപ്പോഴത്തെപ്പോലെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലല്ല. നിയമങ്ങളും തത്വങ്ങളും പ്രലോഭനങ്ങൾ ഇല്ലാത്ത സമയത്തിനു വേണ്ടിയുള്ളതല്ല. ശരീരവും ആത്മാവും അവയ്ക്കെതിരെ തിരിയുന്ന ഇതുപോലുള്ള നിമിഷങ്ങൾക്കുള്ളതാണ് അവ. അവ കർശനമാണ്. അവ ലംഘിക്കാൻ പാടില്ലാത്തതാണ്. എന്റെ സൗകര്യത്തിനു വേണ്ടി എനിക്ക് അവ ലംഘിക്കാമെങ്കിൽ പിന്നെ അവയ്ക്ക് എന്ത് വിലയാണുള്ളത്? അവയ്ക്ക് വിലയുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം എനിക്ക് ഭ്രാന്താണെന്നാണ്. എന്റെ രക്തം തിളയ്ക്കുന്നു. എന്റെ ഹൃദയം എണ്ണാൻ കഴിയാത്തത്ര വേഗത്തിൽ ഇടിക്കുന്നു. മുമ്പുള്ള എന്റെ തീരുമാനങ്ങളും തത്വങ്ങളും മാത്രമാണ് ഇപ്പോൾ എനിക്ക് കൂട്ടിനുള്ളത്. അതിൽ ഞാൻ ഉറച്ചുനിൽക്കുന്നു. ഞാൻ അത് ചെയ്തു. മിസ്റ്റർ റോച്ചസ്റ്റർ എന്റെ മുഖഭാവം കണ്ട് അത് മനസ്സിലാക്കി. അവന്റെ ദേഷ്യം അതിന്റെ അങ്ങേ അറ്റത്തെത്തി. അവൻ മുറിയിലൂടെ നടന്ന് എന്റെ കൈയിലും അരക്കെട്ടിലും ബലമായി പിടിച്ചു. അവന്റെ കത്തുന്ന നോട്ടം എന്നെ വിഴുങ്ങുന്നതുപോലെ തോന്നി. ശാരീരികമായി ഒരു തീച്ചൂളയ്ക്ക് മുന്നിലെ ഉണങ്ങിയ പുല്ലുപോലെ ഞാൻ നിസ്സഹായയായി. പക്ഷേ മാനസികമായി എന്റെ ആത്മാവ് എന്റെ നിയന്ത്രണത്തിലായിരുന്നു. ആത്മാവിന് കണ്ണുകളിലൂടെ സംസാരിക്കാൻ കഴിയും.
ഞാൻ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു നെടുവീർപ്പിട്ടു. അവന്റെ പിടി എനിക്ക് വേദനയുണ്ടാക്കി. എന്റെ ശക്തി മുഴുവൻ തീർന്നുപോയിരുന്നു. ഒരിക്കലുമില്ല. പല്ല് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇത്രയും ദുർബലവും എന്നാൽ ഇത്രയും ഉറച്ചതുമായ മറ്റൊന്നില്ല. എന്റെ കയ്യിൽ അവൾ ഒരു ചെറിയ പുല്ലുപോലെയാണ്. അവൻ എന്നെ ബലമായി കുലുക്കി. എന്റെ വിരലുകൾ കൊണ്ട് എനിക്ക് അവളെ വളയ്ക്കാം. പക്ഷേ അവളെ തകർക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ആ കണ്ണുകളിലേക്ക് നോക്കൂ. അതിൽ കാണുന്ന ആ ഉറച്ച സ്വതന്ത്രമായ ഭാവം നോക്കൂ. അത് ധൈര്യത്തേക്കാൾ ഉപരിയായി ഒരു വിജയഭാവത്തോടെ എന്നെ വെല്ലുവിളിക്കുന്നു. ആ കൂടിന് ഞാൻ എന്ത് ചെയ്താലും അതിനുള്ളിലെ പക്ഷിയെ എനിക്ക് പിടിക്കാനാവില്ല. ഞാൻ ആ കൂട് തകർത്താൽ ആ പക്ഷി രക്ഷപ്പെടുകയേ ഉള്ളൂ. എനിക്ക് അവളുടെ ശരീരത്തെ കീഴടക്കാം, പക്ഷേ അവളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടും. ജേൻ, എനിക്ക് വേണ്ടത് നിന്റെ ആത്മാവിനെയാണ്. നിന്റെ നിശ്ചയദാർഢ്യവും നന്മയും പരിശുദ്ധിയുമാണ് എനിക്ക് വേണ്ടത്. നിന്റെ ഈ ദുർബലമായ ശരീരം മാത്രമല്ല. നിനക്ക് വേണമെങ്കിൽ നിനക്ക് സ്വയം എന്റെ അടുത്തേക്ക് വരാം. പക്ഷേ നിന്റെ ഇഷ്ടമില്ലാതെ നിന്നെ പിടിക്കാൻ നോക്കിയാൽ നീ എന്റെ കൈകളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ഓൾ, വരൂ ജേൻ, വരൂ. ഇത് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ വിട്ടു. എന്നിട്ട് എന്നെ നോക്കി നിന്നു. അവന്റെ ദേഷ്യത്തേക്കാൾ സഹിക്കാൻ പ്രയാസമായിരുന്നു ആ നോട്ടം. പക്ഷേ ഇപ്പോൾ കീഴടങ്ങുന്നത് വിഡ്ഢിത്തമായിരിക്കും. ഞാൻ അവന്റെ ദേഷ്യത്തെ നേരിട്ടു. ഇനി അവന്റെ സങ്കടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ഞാൻ വാതിലിനടുത്തേക്ക് നീങ്ങി. നീ പോവുകയാണോ ജേൻ? ഞാൻ പോവുകയാണ് സാർ. നീ എന്നെ വിട്ടു പോവുകയാണോ? അതെ. നീ വരില്ലേ? നീ എന്നെ ആശ്വസിപ്പിക്കില്ലേ? എന്നെ രക്ഷിക്കില്ലേ? എന്റെ സ്നേഹവും സങ്കടവും പ്രാർത്ഥനയും നിനക്ക് ഒന്നുമല്ലേ? അവന്റെ ശബ്ദത്തിൽ അത്രയേറെ സങ്കടമുണ്ടായിരുന്നു. ഞാൻ പോവുകയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് വലിയ പ്രയാസം തോന്നി. ജെയിൻ, മിസ്റ്റർ റോച്ചസ്റ്റർ. ശരി, നീ പൊയ്ക്കൊള്ളൂ. ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നീ എന്നെ ഇവിടെ വലിയ വേദനയിലിട്ടാണ് പോകുന്നത് എന്ന് ഓർക്കണം. നിന്റെ മുറിയിലേക്ക് പോകൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ. ജേൻ, എന്റെ സങ്കടം ഒന്ന് കാണൂ. എന്നെക്കുറിച്ച് ചിന്തിക്കൂ. അദ്ദേഹം തിരിഞ്ഞു നടന്നു. സോഫയിൽ കമിഴ്ന്നുകിടന്നു. ഓ ജേന്, എന്റെ പ്രതീക്ഷയെ, എന്റെ പ്രണയമേ, എന്റെ ജീവനെ എന്ന് അദ്ദേഹം വേദനയോടെ വിളിച്ചു പറഞ്ഞു. പിന്നെ അദ്ദേഹം വിങ്ങിക്കരഞ്ഞു. ഞാൻ വാതിൽക്കൽ എത്തിയിരുന്നു. പക്ഷേ വായനക്കാരെ, ഞാൻ തിരിച്ചു നടന്നു. എത്രത്തോളം ഉറപ്പോടെയാണോ ഞാൻ അവിടെ നിന്ന് മാറിയത്, അത്രയും ഉറപ്പോടെ തന്നെ ഞാൻ മടങ്ങിപ്പോയി. ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. തലയണയിൽ അമർന്നിരുന്ന അദ്ദേഹത്തിന്റെ മുഖം എന്റെ നേരെ തിരിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ കവിളിൽ ഉമ്മ വെച്ചും എന്റെ കൈകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മുടി ഒതുക്കിവെച്ചു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട യജമാനനെ, ഞാൻ പറഞ്ഞു. ദൈവം നിങ്ങളെ ആപത്തുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും സംരക്ഷിക്കട്ടെ, നിങ്ങളെ നയിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, നിങ്ങൾ എന്നോട് കാണിച്ച കരുണയ്ക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ചെറിയ ജീനിന്റെ സ്നേഹമായിരുന്നു എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അദ്ദേഹം മറുപടി പറഞ്ഞു. അതില്ലെങ്കിൽ എന്റെ ഹൃദയം തകർന്നു പോകും. പക്ഷേ ജെയിൻ എനിക്ക് അവളുടെ സ്നേഹം നൽകും, അത് വളരെ ഉദാരമായി തന്നെ. അദ്ദേഹത്തിന്റെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകളിൽ നിന്ന് തീപ്പൊരിച്ചിതറി. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം കൈകൾ നീട്ടി എന്നെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞു. പക്ഷേ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. യാത്രമൊഴി എന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഹൃദയം മന്ത്രിച്ചു. എന്നേക്കുമായി യാത്രമൊഴി എന്ന് എന്റെ നിരാശ കൂട്ടിച്ചേർത്തു.
അന്ന് രാത്രി എനിക്ക് ഉറക്കം കിട്ടില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കിടന്ന ഉടനെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. ചിന്തകളിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തെ കാഴ്ചകളിലേക്ക് എത്തി. ഗേറ്റസൈഡിലെ ആ ചുവന്ന മുറിയിൽ കിടക്കുകയാണെന്ന് ഞാൻ സ്വപ്നം കണ്ടു. രാത്രിക്ക് നല്ല ഇരുട്ടായിരുന്നു. എന്റെ മനസ്സിൽ പേടിയും ഉണ്ടായിരുന്നു. പണ്ട് എന്നെ ബോധം കെടുത്തിയ ആ വെളിച്ചം സ്വപ്നത്തിലും തെളിഞ്ഞുവന്നു. അത് ചുവരിലൂടെ മുകളിലേക്ക് നീങ്ങി മേൽക്കൂരയുടെ നടുവിൽ വിറയലോടെ നിന്നു. ഞാൻ തലയുയർത്തി നോക്കി. മേൽക്കൂര പതുക്കെ മേഘങ്ങളായി മാറി. ചന്ദ്രൻ മേഘങ്ങളെ വകഞ്ഞുമാറ്റുമ്പോൾ ഉണ്ടാകുന്നതുപോലെയുള്ള ഒരു വെളിച്ചം അവിടെ കണ്ടു. എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നത് പോലെ ഞാൻ അത് നോക്കി നിന്നു. മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ നിന്ന് പുറത്തുവന്നു. ആദ്യം ഒരു കൈ ആ കറുത്ത മേഘങ്ങളെ വകഞ്ഞുമാറ്റി. പിന്നെ കണ്ടത് ചന്ദ്രനെയല്ല, മറിച്ച് വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യരൂപമാണ്. ആ രൂപം ആകാശത്ത് തിളങ്ങി നിന്നു. തല താഴ്ത്തി ഭൂമിയിലേക്ക് നോക്കി. അത് എന്നെത്തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അത് എന്റെ ആത്മാവിനോട് സംസാരിച്ചു. ആ ശബ്ദം വളരെ ദൂരെ നിന്നാണെങ്കിലും എന്റെ ഹൃദയത്തിന് തൊട്ടടുത്ത് മന്ത്രിക്കുന്നത് പോലെ തോന്നി. മകളെ, പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിപ്പോകൂ. അമ്മേ, ഞാൻ പോകാം. ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു. അത് രാത്രിയായിരുന്നു. പക്ഷേ ജൂലൈ മാസത്തിലെ രാത്രികൾക്ക് ദൈർഘ്യം കുറവാണ്. അർദ്ധരാത്രി കഴിഞ്ഞാൽ ഉടൻ പ്രഭാതമാകും. എനിക്ക് ചെയ്യാനുള്ള കാര്യം തുടങ്ങാൻ വൈകിക്കൂടാ. ഞാൻ ചിന്തിച്ചു. ഞാൻ എഴുന്നേറ്റു. ഞാൻ വസ്ത്രം മാറിയിരുന്നില്ല. ചെരുപ്പ് മാത്രമേ അഴിച്ചുവച്ചിരുന്നുള്ളൂ. എന്റെ അലമാരയിൽ കുറച്ച് തുണികളും ഒരു ലോക്കറ്റും മോതിരവും എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അവ തിരയുന്നതിനിടയിൽ മിസ്റ്റർ റോച്ചസ്റ്റർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് നൽകിയ മുത്തുമാല കണ്ടു. ഞാൻ അത് അവിടെത്തന്നെ ഉപേക്ഷിച്ചു. അത് എന്റേതല്ലായിരുന്നു. അത് വായുവിൽ അലിഞ്ഞുപോയ ആ സങ്കൽപ്പ വധുവിൻ്റേതായിരുന്നു. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഒരു പൊതിയാക്കി. എന്റെ പക്കലുണ്ടായിരുന്ന 20 ഷില്ലിംഗ് ഞാൻ പോക്കറ്റിലിട്ടു. തൊപ്പിയും ഷാളും ധരിച്ചു. ആ പൊതിയും ചെരുപ്പും കയ്യിലെടുത്തു. ചെരുപ്പ് ഇപ്പോൾ ധരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പതുക്കെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വിട, പ്രിയപ്പെട്ട മിസ്സിസ് ഫെയർഫാക്സ്. അവളുടെ മുറി കടന്നു പോകുമ്പോൾ ഞാൻ പതുക്കെ മന്ത്രിച്ചു. വിട, എന്റെ പ്രിയപ്പെട്ട അഡേൽ. കുട്ടികളുടെ മുറിയിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. അവളെ കെട്ടിപ്പിടിക്കാൻ അകത്തേക്ക് കയറുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ആരെങ്കിലും കേൾക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്ററിന്റെ മുറിക്ക് മുന്നിലൂടെ നിൽക്കാതെ പോകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അവിടെ എത്തിയപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിലച്ചുപോയി. അതുകൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു. അദ്ദേഹം ഉറങ്ങിയിരുന്നില്ല. അദ്ദേഹം മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ഞാൻ കേൾക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും നെടുവീർപ്പിട്ടു. എനിക്ക് വേണമെങ്കിൽ ആ മുറിക്കുള്ളിൽ ഒരു സ്വർഗ്ഗം ഉണ്ടായിരുന്നു. എനിക്ക് അകത്ത് കയറി ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. മിസ്റ്റർ റോച്ചസ്റ്റർ, മരണം വരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ കൂടെ ജീവിക്കും. അപ്പോൾ എന്റെ ചുണ്ടുകളിൽ സന്തോഷം നിറയുമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഉറങ്ങാൻ കഴിയാതെ ആ നല്ല യജമാനൻ പ്രഭാതത്തിനായി കാത്തിരിക്കുകയായിരുന്നു. രാവിലെ അദ്ദേഹം എന്നെ വിളിക്കാൻ ആളയക്കും. പക്ഷേ അപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല. അദ്ദേഹം എന്നെ തിരയും, പക്ഷേ കണ്ടെത്താൻ കഴിയില്ല. താൻ ഉപേക്ഷിക്കപ്പെട്ടുവെന്നും തന്റെ സ്നേഹം നിരസിക്കപ്പെട്ടുവെന്നും അദ്ദേഹത്തിന് തോന്നും. അദ്ദേഹം ഒരുപാട് വേദനിക്കും, ഒരുപക്ഷേ നിരാശനാകും. ഞാൻ ഇതിനെക്കുറിച്ചും ചിന്തിച്ചു. എന്റെ കൈ വാതിലിന്റെ പൂട്ടിലേക്ക് നീണ്ടു. പക്ഷേ ഞാൻ പെട്ടെന്ന് കൈ പിൻവലിച്ച് മുന്നോട്ട് നീങ്ങി. വിഷമത്തോടെ ഞാൻ പടികൾ ഇറങ്ങി
താഴേക്ക് പോയി. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. ഞാൻ അത് ഒരു യന്ത്രം പോലെ ചെയ്തു. അടുക്കളയിലുള്ള വശത്തെ വാതിലിന്റെ താക്കോൽ ഞാൻ എടുത്തു. കുറച്ച് എണ്ണയും ഒരു തൂവലും എടുത്ത് ഞാൻ താക്കോലും പൂട്ടും എണ്ണയിട്ടു. ഞാൻ കുറച്ച് വെള്ളവും അപ്പവും എടുത്തു. എനിക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്റെ ആരോഗ്യം മോശമാകാൻ പാടില്ല. ശബ്ദമുണ്ടാക്കാതെ ഞാൻ ഇതെല്ലാം ചെയ്തു. ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങി പതുക്കെ അത് അടച്ചു. മുറ്റത്ത് നേരിയ വെളിച്ചം പരന്നു തുടങ്ങിയിരുന്നു. വലിയ ഗേറ്റുകൾ പൂട്ടിയിരുന്നു, പക്ഷേ അതിലെ ചെറിയ വാതിൽ അടച്ചിരുന്നില്ല. അതിലൂടെ ഞാൻ പുറത്തു കടന്നു. അതും അടച്ചു. ഇപ്പോൾ ഞാൻ തോൺഫീൽഡിന് പുറത്താണ്. പാടങ്ങൾക്കപ്പുറം 1 മൈൽ ദൂരെ മിൽക്കോട്ട് അല്ലാത്ത മറ്റൊരു വശത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ഞാൻ ഒരിക്കലും ആ വഴി പോയിട്ടില്ല, പക്ഷേ അത് എങ്ങോട്ടാണെന്ന് പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ വഴിക്ക് നടന്നു. ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പാടില്ല. പിന്നിലേക്കോ മുന്നിലേക്കോ നോക്കാൻ പാടില്ല. കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കരുത്. കഴിഞ്ഞ കാലം അത്രമേൽ മധുരമുള്ളതും എന്നാൽ അത്രതന്നെ സങ്കടകരവുമാണ്. അതിനെക്കുറിച്ച് ഓർത്താൽ എന്റെ ധൈര്യം ചോർന്നു പോകും. ഭാവി എന്നത് ഒരു വലിയ ശൂന്യത പോലെയായിരുന്നു. സൂര്യോദയം വരെ ഞാൻ പാടങ്ങളിലൂടെയും ഇടവഴികളിലൂടെയും നടന്നു. അതൊരു മനോഹരമായ വേനൽക്കാല പ്രഭാതമായിരുന്നു. പുല്ലിലെ മഞ്ഞുതുള്ളികൾ കാരണം എന്റെ ചെരിപ്പുകൾ നനഞ്ഞു. പക്ഷേ ഞാൻ ഉദിക്കുന്ന സൂര്യനെയോ മനോഹരമായ ആകാശത്തെയോ ശ്രദ്ധിച്ചില്ല. വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുന്ന ഒരാൾ വഴിയിലെ പൂക്കളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറിച്ച് തന്നെ കാത്തിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ്. ഞാൻ എന്റെ വീടില്ലാത്ത യാത്രയെക്കുറിച്ചും ഉപേക്ഷിച്ചു പോന്ന കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വേദനിച്ചു. എനിക്ക് അത് തടയാനായില്ല. അദ്ദേഹം ഇപ്പോൾ മുറിയിൽ സൂര്യോദയം നോക്കി നിൽക്കുകയാവും. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് മടങ്ങിവരുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ കൂടെയായിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും തിരിച്ചുപോകാം, അദ്ദേഹത്തിന്റെ സങ്കടം മാറ്റാം. ഞാൻ പോയ കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് തിരിച്ചുപോയി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ അവസ്ഥയോർത്ത് എനിക്ക് പേടിയായിരുന്നു. ആ ചിന്തകൾ ഒരു അമ്പ് പോലെ എന്റെ നെഞ്ചിൽ തറച്ചു. പക്ഷികൾ പാടുന്നുണ്ടായിരുന്നു. അവ തങ്ങളുടെ പങ്കാളികളോട് വിശ്വസ്തത കാണിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യുന്നത്? എന്റെ ഹൃദയവേദനയ്ക്കിടയിലും ഞാൻ എന്നെത്തന്നെ വെറുത്തു. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിയില്ല. ഞാൻ എന്റെ യജമാനനെ മുറിവേൽപ്പിച്ച് ഉപേക്ഷിച്ചു പോന്നു. എങ്കിലും എനിക്ക് തിരിച്ചുപോകാൻ കഴിഞ്ഞില്ല. ദൈവം എന്നെ നയിക്കുകയായിരുന്നു. സങ്കടം കാരണം എന്റെ മനസ്സ് തളർന്നുപോയിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് വേഗത്തിൽ നടന്നു. എനിക്ക് തളർച്ച തോന്നി. ഞാൻ നിലത്തു വീണു. കുറച്ചുനേരം ഞാൻ അവിടെ കിടന്നു. അവിടെ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഉടനെ എഴുന്നേറ്റു. മുട്ടിലിഴഞ്ഞും പിന്നീട് എഴുന്നേറ്റുനിന്നും ഞാൻ റോഡിലെത്താൻ ശ്രമിച്ചു. റോഡിലെത്തിയപ്പോൾ ഞാൻ ഒരു മരത്തണലിൽ വിശ്രമിക്കാൻ ഇരുന്നു. അപ്പോൾ ഒരു വണ്ടി വരുന്നത് കണ്ടു. ഞാൻ കൈ കാണിച്ചു. അത് നിർത്തി. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. മിസ്റ്റർ റോച്ചസ്റ്ററിന് അറിയാത്ത ഒരു ദൂരസ്ഥലത്തിന്റെ പേരാണ് ഡ്രൈവർ പറഞ്ഞത്. അവിടെ എത്തിക്കാൻ എത്ര രൂപയാകുമെന്ന് ഞാൻ ചോദിച്ചു. 30 ഷില്ലിംഗ് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ കയ്യിൽ 20 ഷില്ലിംഗ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് മതിയെന്ന് അദ്ദേഹം സമ്മതിച്ചു. വണ്ടിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് അകത്ത് ഇരുന്നോളാൻ അദ്ദേഹം പറഞ്ഞു. ഞാൻ വണ്ടിക്കകത്ത് കയറി വാതിൽ അടച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങി. പ്രിയപ്പെട്ട വായനക്കാരാ, അന്ന് ഞാൻ അനുഭവിച്ച
ആ വേദന നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. എന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയത് പോലെ ഹൃദയം തകർക്കുന്ന അത്രയും കഠിനമായ കണ്ണുനീർ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഒരിക്കലും വരാതിരിക്കട്ടെ. ആ സമയത്ത് ഞാൻ ചെയ്തത് പോലെ അത്രയും നിരാശയോടും വേദനയോടും കൂടി നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടി വരാതിരിക്കട്ടെ. കാരണം എന്നെപ്പോലെ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു ദോഷമായി മാറുമോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ടി വരരുത്.